നമസ്കാരം. തിരുവോണമെല്ലാം കഴിഞ്ഞ് നാളെ നാലാം ഓണം. സന്തോഷകരമായിരുന്നു ഇത്തവണത്തെ പൊന്നോണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും. സംവിധായകൻ മോഹനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. 2 പെൺകുട്ടികൾ, വാടക വീട്, സൂര്യദാഹം, അല്ലെങ്കിൽ വിട പറയും മുമ്പേ, പക്ഷേ, എത്ര നല്ല മുഖം, എത്ര നല്ല ഇടവേള, എത്ര നല്ല സിനിമകൾ ചെയ്ത സംവിധായകൻ. ഈ കഴിഞ്ഞ 12-ാം തീയതി മെനഞ്ഞാന്ന് എറണാകുളം TDM ഹാളിൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം വരെ സംവിധായകൻ മോഹൻ്റെ ഓർമ്മകൾ പങ്കിടാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുപമയും മക്കൾ പുരന്ദർ മോഹനും ഉപേന്ദർ മോഹനും മരുമകൾ അൻഷുവും ചേർന്നൊരു കൂട്ടായ്മ ഒരുക്കി. കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം 27-ാം തീയതിയാണ് 76-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞത്. എത്ര സിനിമാക്കാരെ ഈ ഒത്തുചേരലിലേക്ക് ക്ഷണിച്ചു എന്നെനിക്കറിയില്ല. എന്നെ 11-ാം തീയതി, അതായത് നാളെ പ്രോഗ്രാം, 11-ാം തീയതി പാതിരാത്രിക്ക് പ്രശസ്ത ഗാനരചയിതാവ്, ഞാൻ സ്നേഹപൂർവ്വം ചേട്ടാ എന്ന് വിളിക്കുന്ന MD രാജേന്ദ്രൻ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. മോനെ, ഉറപ്പായിട്ട് നീ നാളെ രാവിലെ വരണം. ഞാൻ പറഞ്ഞു, എന്ത് ചേട്ടാ പറയണേ? പാതിരാത്രി വിളിച്ചിട്ട് നാളെ രാവിലെ പുറപ്പെട്ട് എറണാകുളത്ത് എത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ച കഴിയില്ല എത്താൻ. അത് കുഴപ്പമില്ല, നീ 12-ഓ 1 മണിക്കോ 2 മണിക്കോ വന്നാലും മതി. ഞാൻ വരില്ല. നിങ്ങൾ ഒരു ദിവസം മുമ്പെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. കാരണം എനിക്ക് ഞായറാഴ്ച തിരുവോണത്തിൻ്റെ അന്ന് പോകാനുള്ള എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുണ്ട് നാളെ. ഒരുപാട് കടമ്പകളുണ്ട് ചേട്ടാ, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഒരുപാട് നേരം സംസാരിച്ചു ഞാൻ അദ്ദേഹമായിട്ട്. ഓണക്കാലമാണ്, ടിക്കറ്റ് കിട്ടില്ല, അഥവാ ഞാൻ പുറപ്പെട്ടാലും ഉച്ചയ്ക്ക് എത്തുള്ളൂ, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാൻ ശരിക്കും ബുദ്ധിമുട്ടും, അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് തീർത്ത് അദ്ദേഹത്തോട് പറഞ്ഞു. രാജേന്ദ്രൻ ചേട്ടനൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നോ പറയുന്നത് എനിക്ക് സാധിക്കാത്തതാണ്, എന്നാലും പറയേണ്ടി വന്നു. എന്നാൽ അതേ ദിവസം 12-ാം തീയതി തന്നെയാണ് എറണാകുളത്ത് മാറ്റയുടെ 30-ാം വർഷം ആഘോഷിക്കുന്നത്. ഞാനിപ്പോൾ മാറ്റ ഇല്ലാത്തതുകൊണ്ട് തുടക്കകാലം മുതൽ ഏതാണ്ടൊരു 10-25 വർഷക്കാലം മാറ്റയ്ക്ക് വേണ്ടി ജീവിച്ചവനായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം മാറ്റിൽ നിന്ന് ഞാൻ രാജിവെച്ചതുകൊണ്ട് നമ്മളെ അറിയിക്കില്ല, അവർ അറിയിച്ചോട്ട് പോവുകയില്ല, അറിയിക്കില്ല. അപ്പോൾ അതും അതേ ദിവസമാണ് നടക്കുന്നത്, പകൽ വിവിധ പരിപാടികളും ഒക്കെ ആയിട്ട്. പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ MD രാജേന്ദ്രനെ വിളിച്ചു. അപ്പോൾ രാജേന്ദ്രൻ ചേട്ടൻ തന്നെ ഉച്ചയ്ക്കാണ് തൃശ്ശൂരിൽ നിന്ന് എത്തിയത്. ചെറിയ കൽപ്പകവാടി ഉണ്ടായിരുന്നു. ക്ഷണിച്ചിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു വിശിഷ്ട അതിഥി ആ ചടങ്ങിലേക്ക് കടന്നു ചെന്നു. മോഹനേട്ടനെ വച്ച് ഒരു സിനിമ, സ്വന്തം ബാനറിലെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്യിച്ച ഗുഡ് നൈറ്റ് മോഹൻ, അദ്ദേഹം നിർമ്മിച്ച ഇസബെല്ല എന്ന് പറഞ്ഞ സിനിമ, ഗുഡ് നൈറ്റിൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് മോഹനേട്ടനാണല്ലോ. ഗുഡ് നൈറ്റ് മോഹൻ വന്നിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ വലിയ മനുഷ്യനോട് ബഹുമാനം തോന്നി. സിനിമാ നഗരമായ എറണാകുളത്ത് മോഹനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമാക്കാർ ഉണ്ടായിട്ടും മറ്റൊരാളും ആ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയിലുള്ളൊരു കുഴപ്പം. നമ്മൾ ലൈവിൽ നിന്നാൽ ഒരു 50 ക്യാമറ വരുമെങ്കിൽ അവിടെ ഇടിച്ചു കയറി ഭയങ്കര ഭാവപ്രകടനമൊക്കെ നടത്തി നിൽക്കാൻ സിനിമാക്കാരനൊരു മടിയുമില്ല. പക്ഷേ വീണുപോയാൽ, മരിച്ചു പോയാൽ, ഒരു ക്യാമറയും അവിടെ വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായാൽ ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു ചെറിയ കൽപ്പവാടി, ഒരു MD രാജേന്ദ്രനും ഒരു ഗുഡ് നൈറ്റ് മോഹനും മാത്രം പങ്കെടുത്തു. പക്ഷേ ഈ പങ്കെടുത്ത 3 പേരും അവരുടെ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാന്യന്മാരായ 3 പേരാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ അങ്കിളെന്ന് നമ്മളെല്ലാം വിളിക്കുന്ന ജോൺ പോൾ ജീവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ KG ജോർജ് ജീവിച്ചിരുന്നെങ്കിൽ ആ ചടങ്ങിൽ തീർച്ചയായിട്ടും അവരുടെ സാന്നിധ്യം ഉണ്ടായേനെ. മോഹൻ മുൻകൈയെടുത്ത് നിർമ്മാതാവാക്കിയ ഡേവിഡ് കാച്ചപ്പള്ളി പോലും ഈ ചടങ്ങിലേക്ക് ചെന്നില്ല എന്നറിയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നുന്നു. ഫെഫ്കയിൽ ചേരാതെ പൊളിഞ്ഞ മാക്ട ഫെഡറേഷനോടൊപ്പം കുറേ കാലം മോഹനേട്ടൻ സഹകരിച്ചിരുന്നു. അതിനാൽ തന്നെ ഫെഫ്ക നേതാക്കൾക്ക് മോഹനേട്ടനോട് താല്പര്യം കാണില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അദ്ദേഹവും ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ഒളിക്കാൻ പാടില്ലല്ലോ. മറ്റേ ഉമ്മാക്കിയാണെങ്കിൽ ആ ഉമ്മാക്കിയുടെ സംഘടനയിലാണല്ലോ ചെന്നത്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് പോകാൻ ആരുമില്ല. 4 വാക്ക് പറയാൻ പറ്റുന്ന ഒരുത്തരും അതിലില്ലല്ലോ. മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ആ കടലാസ് സംഘടനയിൽ ഉള്ള ഒരാളാണെങ്കിൽ സംവിധായകൻ അമ്പിളിയാണ്. അദ്ദേഹം മാക്ടയുടെ 30-ാം വയസ്സിൽ പടം വരയ്ക്കാൻ പോയി, തല്ലുകൊള്ളാതെ മടങ്ങിപ്പോയി എന്ന് പറയാം. നമ്മളിന്ന് പറയുന്നത് അമ്പിളിയെക്കുറിച്ചാണ്. ഇതാണ് സിനിമാക്കാരുടെ സ്വഭാവം. അർഹതപ്പെട്ടവരെ അംഗീകരിക്കില്ല. സിനിമ അറിയാവുന്ന സംവിധായകനായിരുന്നു മോഹൻ എന്ന നല്ല വാക്ക് പറയാൻ ഗുഡ് നൈറ്റ് മോഹൻ തന്നെ നേരിട്ട് എത്തി എന്നറിയുമ്പോൾ അതിൽ കൂടുതൽ ആരും വരണ്ടെന്നേ.
ഒരു വലിയ ബാനറായി മാറിയ ഗുഡ് നൈറ്റിൻ്റെ ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് അതിൻ്റെ നിർമ്മാതാവായ ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നെങ്കിൽ അത് മതിയെന്നേ. മോഹനേട്ടന് സന്തോഷിക്കാൻ ഇതിൽ പരം വേറൊന്നും ആവശ്യമില്ലാതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും കഷ്ടമായിപ്പോയി. ഒരു വലിയ സംവിധായകൻ, എന്താ പറയുക, മനോഹരമായ സിനിമകൾ സംവിധാനം ചെയ്ത, നല്ല സിനിമയുടെ പക്ഷത്ത് നിന്ന, ആർക്കും കുതികാല് വെട്ടാത്ത, പാര വയ്ക്കാത്തൊരു മനുഷ്യൻ. അദ്ദേഹം അകാലത്തിൽ പോയി പോട്ടെ. പക്ഷേ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു യോഗം വച്ചിട്ട്, അത് എറണാകുളം പോലൊരു സിനിമാ നഗരത്തിൽ വച്ചിട്ട് ഒരാളും ചെന്നില്ല എന്ന് പറയുമ്പോൾ, ഇനി അവർ ക്ഷണിച്ചില്ലേ എന്ന് എനിക്കറിയില്ല. എന്തായാലും മോശമായിപ്പോയി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമസ്കാരം. ഞാൻ മുമ്പ് എൻ്റെ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. എൻ്റെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരു സിനിമ സഹസംവിധായകനും പിന്നെ സംവിധായകനും ഒക്കെ ആയി മാറിയ, അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എല്ലാ സിനിമാക്കാരും ഗുരുഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന രഘുവണ്ണൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന രഘുനാഥ് എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹം മെറിലാൻഡിൽ തുടങ്ങി ഉദയ വഴി നിരവധി സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറും സംവിധാന സഹായിയും സഹസംവിധായകനും ഒക്കെ ആയിട്ട് ഒരു 10-50 വർഷക്കാലം പ്രവർത്തിച്ചു. 50 അല്ല, എനിക്കൊന്ന് 10-60 വർഷക്കാലം പ്രവർത്തിച്ചു. വേണു നാഗവള്ളിയൊക്കെ ആദ്യത്തെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ രഘുവണ്ണനുണ്ട്. രഘുവണ്ണൻ്റെ ഏറ്റവും വലിയ ഗുണം, രഘുവണ്ണൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ വിളിച്ചിട്ട്, അണ്ണാ ഇവിടെ ഇപ്പോൾ എവിടെയാണ് ഈ കഥാപാത്രത്തിൻ്റെ അഭിനയിക്കുന്ന നടന് ലുക്ക് കൊടുക്കാമെന്ന് കണ്ണടച്ചുകൊണ്ട് പറയും, മോനെ കുഞ്ഞേ എന്നെ വിളിക്കൂ, കുഞ്ഞേ ആ റൈറ്റിൽ അല്പം താഴ്ത്തി കൊടുക്കുക, കറക്റ്റായിരിക്കും. സിനിമ ഇത്രയും തറവോടെ പഠിച്ച ഒരാളില്ല എന്ന് പറയാം. ഹരിഹര സാറിൻ്റെ സമകാലികനാണ്. ഹരാ എന്നൊക്കെ രഘുവണ്ണൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ വിളിക്കണം കാണാൻ. സിബിമലയിലടക്കം എത്രയോ പേർക്ക് ക്ലാപ്പ് എങ്ങനെ പിടിക്കണം, എങ്ങനെ അടിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആളാണ് രഘുവണ്ണൻ. നമ്മുടെ ലക്ഷ്മിയുടെ മുൻ ഭർത്താവായ മോഹൻ ശർമ്മ, നടൻ മോഹൻ, ചിത്രത്തോണിയിൽ അക്കരെ പോകാനെത്തിരാമോ പെണ്ണെ എന്നുള്ള പാട്ടൊക്കെ പാടി അഭിനയിച്ച മോഹൻ ശർമ്മ സംവിധാനം ചെയ്ത ഗ്രാമം എന്ന് പറഞ്ഞ സിനിമയാണെന്നാണ് രഘുവണ്ണൻ അവസാനമായിട്ട് ചെയ്തത്. ഞാൻ അവസാനമായി രഘുവണ്ണനെ കാണുന്നത് എം കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ കെ ജയകുമാർ IAS ചെയ്ത ഡോക്യുമെൻ്ററിയുടെ പ്രദർശന ദിവസമാണ് അവസാനമായിട്ട് ഞാൻ രഘുവണ്ണനെ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ സംവിധായകൻ മോഹൻ രഘുവണ്ണനെ സ്റ്റേജിൽ വിളിച്ചു കയറ്റുന്ന ഒരു മഹനീയമായ മുഹൂർത്തം എനിക്ക് അവിടെ കാണാൻ പറ്റി. കൊറോണ കാലത്ത് ഞാനൊരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട ചേട്ടൻ കാരക്കാമണ്ഡം വിജയകുമാറുമായിട്ട് രഘുവണ്ണൻ്റെ വീട്ടിൽ പോയി. കുറേ നേരം സംസാരിച്ചു. അണ്ണ ഉടുപ്പൊന്നും ഇടാതെ ശോഷിച്ച് കട്ടിൽ വളഞ്ഞ് കിടക്കുകയായിരുന്നു. ചെല്ലുമ്പോൾ വിളിച്ചുണർത്തിയപ്പോൾ അണ്ണൻ ചാടി എണീറ്റ്. അണ്ണൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, സിനിമയെക്കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ മനോഹരമായ ഒരു എപ്പിസോഡ് ചെയ്തു. അണ്ണൻ്റെ വീട്ടിൽ കിടന്ന ആൽബമൊക്കെ എടുത്ത് അതിൽ കുറേ ഫോട്ടോകളുണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ശരിക്കും ഒരു ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണ പോലെ ഒരു പ്രോഗ്രാം ചെയ്തു. ആ പ്രോഗ്രാം ഏറിപ്പോയുടെ രഘുവണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ നീ നന്നായിട്ട് ചെയ്തടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണമല്ലേ. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ കഥ മാറി. വീണ്ടും രഘുവണ്ണൻ എന്നെ വിളിച്ചു, കുഞ്ഞേ ആ പ്രോഗ്രാം മാറ്റാൻ പറ്റുമോ കുഞ്ഞേ? ഞങ്ങൾക്ക് എന്ത് പറ്റി? അവൻ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. ഏവൻ എന്ന് കേൾക്കാം, പക്ഷേ എനിക്ക് ആളിനെ മനസ്സിലായി. ഞാൻ മെലിഞ്ഞു പോയെന്ന് നീ പറഞ്ഞത് അവന് നാണക്കേടായെന്ന് കേട്ടാ. അണ്ണാ ഞാൻ മെലിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ സത്യമല്ലേ? ഒന്നാമത് അണ്ണൻ മെലിഞ്ഞ ആൾ, അതിൻ്റെ പകുതിയായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം കൊറോണ കാലത്ത്? അല്ല, ഇപ്പോൾ അണ്ണൻ മധുസാറിനെ പോലെ തടിച്ച് ചേർത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതല്ലേ അണ്ണാ ഞാൻ അണ്ണനെ കളിയാക്കുന്നത് എന്ന് പറയാവുന്നേ. വേണ്ട കുഞ്ഞെ, അത് മാറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി, എനിക്ക് സമാധാനത്തിന് വേണ്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞു മാറ്റാം, ഇപ്പം പിൻവലിക്കാം. ഞാൻ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ പ്രോഗ്രാം നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ നിന്ന് ഞാൻ പിൻവലിച്ചു. അവൻ വന്ന് പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾക്കറിയോ? സംവിധായകൻ GS വിജയനെയാണ്. രഘുവണ്ണൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഈ പറയുന്ന GS വിജയൻ്റെ സഹോദരിയാണ്. അങ്ങനെ ഒരു അളിയൻ ബന്ധമുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഞാനൊരു ഉപകഥ പറയാം. പിക്നിക് എന്ന് പറഞ്ഞ പടം ശശികുമാർ സാർ നാഗപഞ്ചമി എന്ന് പറഞ്ഞ് റീമേക്ക് ചെയ്യുകയാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഗാന്ധിമതിയാണ് നിർമ്മിക്കുന്നത്. ശശികുമാർ സാറും ക്രൂവും തിരുവനന്തപുരത്തുണ്ട്, പ്രവീൺ എന്ന് പറഞ്ഞ ഹോട്ടലിലുണ്ട് എന്നറിഞ്ഞിട്ട്
അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ഒരു സന്ധ്യയ്ക്ക് ഞാൻ ശശികുമാർ സാറിനെ അന്വേഷിച്ച് പോയി. അപ്പോൾ സായി കുമാർ, ശോഭന, സുരേഷ് ഗോപി ഇവർ 3 പേരുമാണ് MG സോമൻ, ലക്ഷ്മി, പ്രേം നസീറിന് പകരം അഭിനയിക്കുന്നത്. ഞാൻ ചെന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു പുതിയ നാന ഇറങ്ങിയ ദിവസമായിരുന്നു. ആ നാനയും കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് കൗണ്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവരെല്ലാം പുറത്തെവിടെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാനവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് നാന മറിച്ച് വായിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ ഒരു കാറ് വന്നു. ആ കാറിൽ നിന്ന് വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും ഇട്ട, ഈ കോളറിനകത്ത് വെള്ള കർച്ചീഫ് വെച്ച ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു. ആരോ അവിടെ താമസിക്കുന്ന ആരോ ആണ്. അതേ ഇറങ്ങി വരുന്നു. കൗണ്ടറിൽ നിൽക്കുന്നവരോട് എന്തൊക്കെയോ തിരുവനന്തപുരം സ്ലാങ്ങിൽ തമാശ അടിക്കുന്നു. അവർ താക്കോലെടുത്ത് കൊടുക്കുന്നു. റൂം ബോയിയുടെ ഷോൾഡറിൽ അടിച്ചെന്തോ തമാശ പറയുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്ന് എൻ്റെ മുമ്പ് കൂടെ പോകുന്നു. നടന്നു പോയ ആൾ പെട്ടെന്ന് എന്നെ വാച്ച് ചെയ്തിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എൻ്റെ ചോദിച്ചു, കുഞ്ഞേ പുതിയ നാനയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഒന്ന് നോക്കട്ടെ. ഞാൻ കൊടുത്തു. അദ്ദേഹം നാന വായിച്ച് പേജുകൾ മറിച്ച് നോക്കി വായിച്ച് കോറിഡോറിലൂടെ നടന്ന് എനിക്ക് കാണാവുന്ന ഒരു റൂമിലേക്ക് കയറി കതവ് അടച്ചു. നമ്മുടെ നാന ഒരു പരിചയമില്ലാത്ത ഒരാൾ വാങ്ങിയിട്ട് വായിച്ചിട്ട് തിരിച്ചു തരാതെ കയറി റൂമിലടച്ചു. ഞാനും അവിടെ ഇരുന്നു. 7, 8, 8, 9 ശശികുമാർ സാർ വരുന്നില്ല. എനിക്കാണെങ്കിൽ 9 മണി കഴിഞ്ഞ് ഇരിക്കാൻ പറ്റില്ല, പോകണം. അങ്ങനെ പോകാനായിട്ട് ഞാൻ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ ആ റൂമിൽ കയറിപ്പോയ ഒരാളെ എൻ്റെ ഇന്ന് നാന വാങ്ങിക്കൊണ്ട് പോയി, തിരിച്ചു തന്നില്ല. അത് നമ്മുടെ രഘുവണ്ണൻ എന്ന് പറഞ്ഞു. ചെന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഏത് രഘുവണ്ണൻ? ഉദയ രഘു. ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ നാട്ടിലൊരു ഉദയ രഘു ഉണ്ട് എന്നറിയാമെന്നുള്ളതല്ലാതെ ഞാൻ ഈ രഘുവണ്ണനെ കണ്ടിട്ടില്ല. ഞാൻ നേരെ ചെന്ന് വാതിൽ മുട്ടി. വരൂ എന്നകത്തുനിന്ന് പറഞ്ഞു. അണ്ണൻ വാത്സല്യത്തോടെ സംസാരിക്കും. ഞാൻ അകത്ത് കയറി ചെല്ലുമ്പോൾ അണ്ണൻ കട്ടിൽ കിടന്നുകൊണ്ട് നാന വായിക്കുകയാണ്, പരീക്ഷയ്ക്ക് പഠിക്കും പോലെ. അയ്യോ കുഞ്ഞേ, പോകാൻ സമയമായോ? ഞാനായി. എന്തിവിടെ വന്നേ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശശികുമാർ സാറിനെ ഒന്ന് കാണാനാണ്. ഞാനാണ് ആ പടത്തിൻ്റെ അസോസിയേറ്റ്. എന്ത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടുമോ എന്ന് അറിയാനാണ്. എൻ്റെ പൊന്നു കുഞ്ഞേ, ഇതിലെല്ലാവരും ആയിപ്പോയി കേട്ടോ. ഒന്നാമത് ലോ ബഡ്ജറ്റിൽ എടുക്കുന്നതാണ്. ഞാനാണ് അസോസിയേറ്റ്. എൻ്റെ കീഴിൽ 2 പേരേ ഉള്ളൂ. 3-മതൊരാളെ വയ്ക്കാൻ ബാലൻ സമ്മതിക്കില്ല. ബാലൻ എന്ന് പറഞ്ഞാൽ ഗാദിയോതി ബാലൻ. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ശശികുമാർ സാർ വന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞാനിങ്ങ് വാങ്ങിച്ചു. എവിടെ വീട്? ഞാൻ പറഞ്ഞ് ഞാൻ ശാന്തിവിളയിൽ. ചന്തവിളയില്ല? ഓ, അപ്പോൾ ഞങ്ങൾ ശാന്തിവിളയെ ചന്തവിള എന്നാണ് അവിടെ നാടൻ വിളി. ചന്തവിളയിലെവിടെ? എന്നിട്ട് ഞാൻ പറഞ്ഞു കുരിമി റോഡിൽ. കുരിമി റോഡിലെവിടെ? കരടിയോട് ഇടവഴിയിൽ. കരടിയോട് ഇടവഴിയിലെവിടെ? ഞാൻ പറഞ്ഞു കരടിയോട് അമ്പലത്തിൻ്റെ തെക്കതിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന വീട്. അച്ഛൻ്റെ പേരെന്താ? ഞാൻ പറഞ്ഞു അച്ഛൻ, എനിക്ക് കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചുപോയി. അമ്മയുടെ പേരെന്താ? ഞാൻ പറഞ്ഞു അമ്മയുടെ പേര് തങ്ക. നീ തങ്കത്തിൻ്റെ മോനാ? ഞാൻ ഓ അത് ശരി, എന്നെ മനസ്സിലായോ നിനക്ക്? ഞാൻ പറഞ്ഞു അത് കൗണ്ടറിൽ നിന്ന് പറഞ്ഞു രഘുവണ്ണനാണെന്ന്. കുഞ്ഞെ, അടുത്തൊരു പടം വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടാ. തങ്കത്തിൻ്റെ മോനും സിനിമയിൽ വരണം അല്ലേ? നമുക്ക് നോക്കാം. ശരി. ഞാനെന്നാ മിണ്ടാതെ പോണ്ടേ? ഞാൻ ചോദിച്ചു, ഈ സംവിധായകൻ GS വിജയൻ്റെ അളിയനാണല്ലേ എന്നിട്ട്? എന്നും പറയാം. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ചോദിച്ചപ്പോൾ, നെടുംകുളത്തിൻ്റെ കരയില്ലേ കോലിയും കളിച്ചുകൊണ്ട് നടന്നവനെ മദ്രാസിൽ കൊണ്ടുവന്ന് ഹരൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആക്കിയത് ഞാൻ. ഇപ്പോൾ ഞാൻ അവൻ്റെ അളിയനല്ല, അവൻ്റെ അളിയൻ ഞാനായി. അതാണ് ഈ കാലം. രഘുവണ്ണൻ പറയുക. ഞാൻ അങ്ങനെ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. GS വിജയൻ്റെ അളിയനാണോ എന്ന് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. രഘുവണ്ണൻ്റെ അളിയനാണോ GS വിജയൻ എന്നാണ് ചോദിക്കേണ്ടത്. സത്യത്തിൽ അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പക്ഷേ ഞാൻ മനസ്സിലൊന്നും വയ്ക്കാതെ ചോദിച്ചാൽ അങ്ങനെയാണ് രഘുവണ്ണനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ വെള്ളാപ്പി എന്നായിരുന്നു GS വിജയനെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം വെള്ള ഡ്രസ്സേ ഇട്ടുള്ളായിരുന്നു. ഹരിഹരനെ പോലെ, ഹരസാറിനെ പോലെ വെള്ളയും വെള്ളിയിട്ട് നടക്കുള്ളായിരുന്നു. അങ്ങനെ വെള്ളാപ്പി വിജയൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊന്ന് ചരിത്രമൊക്കെ ചെയ്യുമ്പോഴും വെള്ളയായിരുന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹം കളറിലേക്ക് മാറിയത്. മമ്മൂക്കയുടെ കാര്യം പറയും പോലെ നല്ല ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് GS. അപ്പോൾ GS വിജയൻ സ്വതന്ത്ര സംവിധായകനാവുന്നു. മമ്മൂട്ടിയും റഹ്മാനും ശോഭനയാണ് അഭിനയിക്കുന്നത്. സുരേഷ് കുമാർ, സൂര്യോദയയുടെ സുരേഷ് കുമാറാണ് നിർമ്മിക്കുന്നത്. ഞാൻ വീണ്ടും എന്നെ ഹരികുമാർ സാറിൻ്റെ അടുത്ത് കൊണ്ടാക്കിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ കാരക്കാണ്ടം വിജയകുമാറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ കൂടെ പഠിച്ച GS വിജയൻ സംവിധായകനാവുകയാണ്. ഞാൻ അറിഞ്ഞില്ല, അവൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ അദ്ദേഹത്തിൻ്റെ പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ അവസരമായി തരണം, ഞാൻ സംസാരിക്കാം. അത്രയും സ്വാതന്ത്ര്യമുണ്ട് ഒരുമില്ല.
അങ്ങനെ എന്നെ കൂട്ടിമുട്ടിച്ച് ഉറപ്പിച്ചു, വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ചു. പക്ഷേ അതേ സമയത്ത് തന്നെ ഹരികുമാർ സാറിൻ്റെ പുതിയ പടം തുടങ്ങുന്നു. അതിൽ ഞാൻ വർക്ക് ചെയ്യുക. ഈ വിവരം അറിഞ്ഞപ്പോൾ എന്നോട് GS പറഞ്ഞു, എന്നോടൊപ്പം നിനക്ക് എന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം, നീ ഇപ്പോൾ ഹരിച്ചേട്ടനോട് വർക്ക് ചെയ്യും, എപ്പോൾ വേണമെങ്കിലും നിനക്ക് എൻ്റെ വർക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അതിനുശേഷം ഞാൻ GS വിജയൻ്റെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ സഹസംവിധായകനായില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ചെപ്പടി വിദ്യ എന്ന് പറഞ്ഞു മോണിഷ അവസാനമായിട്ട് അഭിനയിച്ച ചെപ്പടി വിദ്യയുടെ PRO ഞാനായിരുന്നു. അതുപോലെ തന്നെ മാക്ടയിലും അത് കഴിഞ്ഞ് ഫെഫ്ക തുടങ്ങിയപ്പോഴും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ചു. ഈ നമ്മളെ മലയാള സിനിമയിൽ ഒരു എയ്ഡ്സ് രോഗിയെ പോലെ തന്നെ, രോഗം പോലെ തന്നെ ഊമക്കത്തെഴുതുന്ന ഒരുത്തുണ്ടെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ഊമക്കത്തെഴുതുന്ന വിഷയം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എനിക്കെതിരെ ഊമക്കത്തെഴുതുകയൊക്കെ ചെയ്തപ്പോഴാണല്ലോ ഞാൻ ഫെഫ്കയിൽ പരാതി കൊടുക്കുകയും ഫെഫ്ക അത് വേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഫെഫ്കയിൽ നിന്നും മാക്ടയിൽ നിന്നൊക്കെ രാജിവെച്ച് പോയത്. പക്ഷേ അപ്പോഴും എന്നോട് GS വിജയൻ ഒരു വാക്ക് പറഞ്ഞില്ല. അതിനുശേഷം അങ്ങനെ ചാടിക്കയറി പോവാടാ, അവനിങ്ങനെ ഒരു എംബോക്കി ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് നീ എന്തിനാ രാജിവെക്കണമെന്ന് ഈ നേരം വരെ എന്നോട് ചോദിച്ചിട്ടില്ല. പകരം ഊമക്കത്ത് എഴുത്തുകാരനെ ഉണ്ണികൃഷ്ണൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെടുത്ത് പിന്നെ വൈസ് പ്രസിഡൻ്റാക്കി. അപ്പം ഞാനൊരിക്കൽ എൻ്റെ മുമ്പ് വെച്ച് ഈ ഊമക്കത്ത് എഴുതുന്നവൻ GS വിജയനോട് പറയുകയാണ്, എടാ ട്രംപിനെതിരെ മത്സരിക്കാൻ അമേരിക്കയിലൊരു വേക്കൻസി ഉണ്ട്, കിട്ടുമെങ്കിൽ നീ നോക്ക്, ഒരു കൈ നോക്ക്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളെല്ലാം ചിരിച്ചു, വിജയേട്ടനും ചിരിച്ചു, GSും ചിരിച്ചു. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഏതെല്ലാം സിനിമാ സംഘടനകൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം ഈ ബോബനുമൊളിയിലെ പട്ടിക്കുട്ടി പോലെ GS വിജയൻ ഉണ്ടാവും. GS വിജയൻ ഇല്ലാത്ത ഒരു സംഘടന ഉണ്ടാവില്ല. സിനിമാ രംഗത്തും ഉണ്ടാവില്ല, TV രംഗത്തും ഉണ്ടാവില്ല. സിനിമാധിഷ്ഠിതമായ ഏത് സംഘടന ഉണ്ടായാലും ഈ പറഞ്ഞ ടോംസിൻ്റെ ബോബനുമൊളിയിലെ പോലെ പട്ടിക്കുട്ടിയെ പോലെ ഇദ്ദേഹം ഉണ്ടാവും. ഇപ്പോൾ ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ സംഘടന, ഗണേശൻ തുടക്കം കുറിച്ചൊരു സംഘടനയുണ്ട്. അതിൻ്റെ രക്ഷാധികാരിയായി ഇരിക്കുമ്പോൾ തന്നെ ഫെഫ്ക TV രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു മടിയുമില്ലാതെ മറുകണ്ട് ചാടി അപ്പുറത്ത് പോയി. അതിലെന്തോ ഒരു ഉയർന്ന പോസ്റ്റിലാണ് വിജയേട്ടൻ. മാക്ട ഡയറക്ടേഴ്സ് യൂണിയനിൽ എന്തോ ജനറൽ സെക്രട്ടറിയാണ്, മാക്ടയിൽ എന്തോ ആണ്. അങ്ങനെ ഏത് വന്നാലും അദ്ദേഹം ഉണ്ടാവും. അതുപോലെ തന്നെ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും അല്ല ഇനിയിപ്പോൾ BJP കേന്ദ്രം ഭരിച്ചാലും ഏത് പാർട്ടിയുടെ കൂടെയും അദ്ദേഹം ഉണ്ടാവും. ഒരു ചേരിതിരിവും അദ്ദേഹം അതിൽ കാണിക്കില്ല. മൂവരോടും കൂടാൻ ഒരു മടിയും അദ്ദേഹത്തിനില്ല. ഇപ്പോൾ TK രാജീവ് കുമാർ കോൺഗ്രസ്സുകാരനാണ്, രാജീവ് നാഥ് കോൺഗ്രസ്സുകാരനാണ്. അവർ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുമ്പോൾ GS വിജയൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിസ്റ്റായ രഞ്ജിത്ത് വരെയാണ്, അല്ലെങ്കിൽ കമൽ വരികയാണ്, ചലച്ചിത്ര അക്കാദമിയിൽ GS വിജയൻ ഉണ്ടാവും. ഇവരൊന്നുമില്ലാതെ ഗണേശൻ പറഞ്ഞിട്ട് പ്രിയദർശൻ എന്ന് പറഞ്ഞ BJP-കാരൻ അക്കാദമിയിലായാൽ അതിലും GS വിജയൻ ഉണ്ടാവും. ആര് വന്നാലും GS വിജയൻ അതിലുണ്ടാവും. ഇങ്ങനെ ഒട്ടി നിൽക്കാൻ വിജയേട്ടനെ പോലെ മറ്റൊരാൾക്ക് കഴിയില്ല എന്ന് ഞാൻ പറയും. അതൊരു കുറ്റമല്ല. ഈ നൂറ്റാണ്ടിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണമെന്നേ. വിജയേട്ടൻ്റെ ഏറ്റവും വലിയ എനിക്കിഷ്ടപ്പെട്ടൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അടിക്കടി കാണുമായിരുന്നു. അപ്പോൾ സംഘടനാ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെല്ലും, കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിരിഞ്ഞ് നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞ് പിരിയും. അതൊന്ന് അന്വേഷിച്ചിട്ട് പറ എന്ന് പറയും. നമ്മൾ നാളെ ആ അന്വേഷിച്ച വിവരം പറയാനായിട്ട് അവിടെ ചെല്ലുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് ഇന്ന് രാവിലെ അമേരിക്കയ്ക്ക് പോയി എന്ന് പറയും. പക്ഷേ തലേ ദിവസം പറയില്ല, നമ്മളോട് പറയില്ല അമേരിക്കയിൽ, നമ്മളും കൂടെ വരട്ടെ ഒന്നും ചോദിക്കില്ല. എന്തായാലും തലേ ദിവസം ഒന്നും അമേരിക്കയിൽ പോകാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം അത്തരം ഒരു കാര്യങ്ങളും പറയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അത് എന്താ പറയുക, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർ അങ്ങനെ ആയിരിക്കണം, GS വിജയനെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ പറയും. എന്നെക്കൊണ്ട് കഴിയില്ല, അതാണ് പ്രശ്നം. ഇപ്പം തന്നെ ഭാരത് ഭവനിൽ ആരോ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ രഞ്ജിത്ത് അടക്കമുള്ള കുറേ സിനിമാക്കാർ, കല്ലൂർ ശശിയൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിലിരുന്ന് ഞങ്ങൾ ഒരു മൂലയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പേരിൽ ആത്മഹത്യാക്കുറിപ്പും പോലീസിൽ പരാതിയും മുഖ്യമന്ത്രിക്ക് പരാതിയൊക്കെ കൊടുത്ത് എന്നെ കേസിൽപ്പെടുത്തിയ മഹതി ഉണ്ടല്ലോ ഡബ്ബിങ്ങിലെ, ഈ മഹതി ഒരു മടിയുമില്ലാതെ വന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് ഈ സാരി എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ഉരയുന്നുണ്ട്. ഞാൻ ഉണ്ടാവാതിരിക്കുകയാണ്. മോനെ വെച്ച വാക്കുകൾ വെച്ച് കല്ലൂർ ശശിയോടോ രഞ്ജിത്തിനോടോ ഒക്കെ ചോദിക്കുന്നു, മരിച്ച സ്ഥലമല്ലേ, ഇവിടെ ഇരുന്ന് വാചകം അടിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ മറുപടി പറയുന്നു, ഞാൻ ഉണ്ടാവാതിരുന്നു. അവിടെ നേരെ നടന്ന് GS വിജയനും സീരിയലിൽ എന്നെ പറ്റിച്ച ഒരു എംപൊക്കെ ഉണ്ടല്ലോ അവനും ഷോഫി തിലകനെ നിൽക്കുന്നിടത്തേക്ക് ചെന്നിട്ട്, എടാ ഷോഫി നോക്കടാ, ശാന്തിയുള്ള ഇരിക്കുന്നു, ഉടക്കടാ, അല്ലാതെ ഉടക്കിയാൽ ശരിയാവില്ല, ഉടക്കിയാൽ ചിലപ്പോൾ അടിയാവും,
മറ്റവൻ പറയുക ആര് ഷോബി. ഇതെല്ലാം കേട്ടോണ്ടും GS നിൽപ്പുണ്ട്. ഏയ് ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ നീ കേസ് കൊടുത്തിരിക്കുകയല്ലേ, നീ എന്തിനാ അവനെപ്പറ്റി അങ്ങനെ അനാവശ്യം പറയുന്നത് കേൾക്കില്ല GSനും MTയുടെ മഞ്ഞിലെ വിമലയെ പോലെയാണ്. സ്വന്തം കാര്യമല്ലാതെ അദ്ദേഹം മറ്റുള്ളവരെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. ആരെങ്കിലും തമ്മിൽ അടി കൂടണമെങ്കിൽ അടി കൂട്ടറേ എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പാണ് അദ്ദേഹം. അപ്പോൾ ഓടക്കടാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ചിരിച്ച് സ്വതസിദ്ധമായ താടിയൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ B ഉണ്ണികൃഷ്ണനും രഞ്ജിത്തുമായിട്ട് മനസ്സുകൊണ്ട് അവരിനി രണ്ടുപേരും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരു കോൾഡ് വാറുണ്ട്. എന്തുകൊണ്ടോ അവർ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. പക്ഷേ ഈ രണ്ടുപേരോടും ചക്കയും ഈച്ചയും പോലെയാണ് GS വിജയൻ. ഒരകൽച്ചയും കാണിക്കില്ല അദ്ദേഹത്തിന്, കാരണം ജീവിക്കാൻ അറിയാം. അതുകൊണ്ടാണ് എവിടെ വീണാലും നാലുകാലിൽ നിൽക്കുന്ന ടിപ്പിക്കൽ കോടമ്പക്കം സിനിമാക്കാരൻ്റെ ഒരു ഉദാഹരണം പറയാൻ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും അത് വിജയേട്ടനാണ് എന്ന് പറയും. കാരണം ജീവിക്കാൻ പഠിച്ച മനുഷ്യൻ എന്നേ ഞാൻ പറയുള്ളൂ, അല്ല ജീവിക്കാൻ അറിഞ്ഞാത്ത മനുഷ്യൻ ഞാൻ പറയില്ല. ജീവിക്കാൻ അറിഞ്ഞാത്ത പൊട്ടൻ ഞാനാണ്. ഇപ്പോൾ ഫിഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു തീരുമാനമെടുത്തു. ജോലി ചെയ്യാൻ ആവതില്ലാത്ത, ആരും വർക്ക് കൊടുക്കാത്ത അംഗങ്ങളുണ്ടെങ്കിൽ അവരുടെ ഫിഫ്ക കൊടുത്തിരിക്കുന്ന സംഘടനാ കാർഡ് തിരിച്ചു നൽകിയാൽ 1 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനുള്ള കമ്മിറ്റിയാണ്, ഞാൻ GS വിജയനും ഒക്കെ ഉള്ള കമ്മിറ്റിയാണ്. നല്ല ആശയമല്ലേ? വർക്ക് ചെയ്യാൻ പറ്റാത്ത, ഇനി വർക്കിന് ആരും വിളിക്കാത്ത, വെറുതെ കാർഡ് ചുമന്ന് നടക്കേണ്ട കാര്യമല്ലോ. കൊടുത്താൽ 1 ലക്ഷം രൂപ കിട്ടി അവർക്ക് എന്താ പറയുക, 2 രൂപ പലിശ കൊടുത്താലും മാസം 2000 രൂപ കിട്ടുമല്ലോ. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീയതി ഞങ്ങൾ നിശ്ചയിച്ചു. അതുവരെ ഐഡൻറ്റി കാർഡ് തിരിച്ച് ഏൽപ്പിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ നൽകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ GSൻ്റെ ഒരു നിർദ്ദേശം വന്നു. ആ കാർഡ് നൽകൽ ഉദ്ഘാടനം നമ്മുടെ സീനിയർ മെമ്പറായ ഒരാളെ കൊണ്ട് നടത്തിക്കുക, നമ്മളെ രഘുണ്ണനെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാം എന്ന് GS പറയുന്നത്. അപ്പോൾ GS പറയുന്നത് കേട്ടാൽ ആ ഇരിക്കുന്ന 21 പേരിൽ ബാക്കി 20 പേർക്കും അറിയില്ല ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് രഘുണ്ണൻ എന്ന് തോന്നേയില്ല. ഇദ്ദേഹം പറഞ്ഞിട്ടെ ഏതോ ഒരു സീനിയറായ ഹരിഹരൻ്റെ കൂടെയൊക്കെ, എൻ്റെ ഗുരുനാഥനായ ഹരൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ആ രഘുണ്ണയില്ലേ അയാൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലേ പുള്ളി സംസാരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ അളിയനാണെന്നുള്ള രീതിയിൽ സംസാരിക്കില്ല. അപ്പോൾ കൈയടിച്ച് പാസ്സാക്കി. പറഞ്ഞ പോലെ തന്നെ രഘുണ്ണന് 1 ലക്ഷം രൂപ കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്തു. രഘുണ്ണൻ അതോടുകൂടി ഫിഫ്കയുടെ അംഗമല്ലാതായല്ലോ, കാർഡ് തിരിച്ചു തന്നല്ലോ. പക്ഷെ കാർഡ് തന്നിട്ടും പോലും പ്രായം മറന്ന് രഘുണ്ണൻ ഈ പറഞ്ഞ ഗ്രാമമടക്കമുള്ള സിനിമകൾ ചെയ്തിട്ടൊന്നും ഫിഫ്ക അദ്ദേഹത്തെ തടയുകയോ, ആണോ നിങ്ങളിനി വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് കാർഡ് തന്നില്ല, കാർഡില്ലാതെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. രഘുണ്ണൻ ചെയ്ത് ജീവിക്കണേ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. മാസങ്ങൾ കഴിയുന്നു, പുതിയൊരു നിർദ്ദേശം വന്നു. വർക്കില്ലാത്ത പ്രായമായ അല്ലെങ്കിൽ രോഗം ബാധിച്ച 5 സംവിധായകർക്ക്, 5 സഹസംവിധായകർക്ക് വർഷം തോറും 10 പേർക്ക് മാസം 5000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. അതിൽ ഞാൻ ഉണ്ട്. നമ്മളെ ഇപ്പോൾ അവിടെ എന്തൊക്കെ നടക്കണമെന്ന് എനിക്കറിയില്ല. ഇത്തരം നല്ല കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. വർഷത്തിൽ സംവിധായകൻ സഹസംവിധായകൻ 2 ഭാഗത്തു നിന്ന് 10 പേരെ വീതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. കൈയടിച്ച് പാസ്സാക്കുന്നതിന് മുമ്പ് ഞാനൊരു നിർദ്ദേശം വെച്ചു. ഒരാവശ്യമില്ലാതെയാണ് ഫിഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ നൽകുന്ന ഈ പെൻഷൻ 100% തികച്ചും അർഹതയുള്ളവർക്ക് മാത്രം നൽകണം. അതിനായി ഞാൻ തന്നെ ഒരു നിർദ്ദേശം വയ്ക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു നിർദ്ദേശം വെച്ചു. വർഷാവർഷം ഫിഫ്ക എക്സിക്യൂട്ടീവ് ഒന്നിച്ചിരുന്ന് 10 പേരെ കണ്ടെത്തിയാൽ അത് സുതാര്യമാവില്ല. നമ്മൾ 21 പേരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് എടുത്താൽ സുതാര്യമാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, 21 എക്സിക്യൂട്ടീവ് അംഗങ്ങളും 10 പേരെ നിർദ്ദേശിക്കുക, 5 സംവിധായകരെയും 5 സഹസംവിധായകരെയും. ആ പറയുന്നവരിൽ ഈ 21 പേരും പറയുന്നവരിൽ ഏറ്റവും കൂടുതൽ പേര് നിർദ്ദേശിക്കുന്ന ആരെയാണോ അവരെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ സിബിമലയിൽ പറഞ്ഞു നല്ല നിർദ്ദേശമാണ് ദിനേശ് പറഞ്ഞത്, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് പാസ്സാക്കി. സിബിമലയിലെ കമൽ, സിദ്ദിഖ്, GS വിജയൻ അടക്കമുള്ള 21 പേരാണ് കൈയടിച്ച് പാസ്സാക്കിയത്. എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഞാൻ രാത്രി വീട്ടിലെത്തി. അന്ന് രാത്രി തന്നെ ഞാൻ 5 സംവിധായകർ, ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള 5 സംവിധായകരുടെയും 5 സഹസംവിധായകരുടെയും പേരെഴുതി റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ തന്നെ കൊണ്ടുപോയി കൊറിയർ ചെയ്തു. പ്രശ്നം എൻ്റെ ജോലി തീർത്തു. 100% ജോലി ചെയ്യാൻ പറ്റാത്ത, സിനിമയിൽ വർക്കൊന്നുമില്ലാത്ത, വർഷങ്ങളോളമായി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന 10 പേർക്ക് ഞാൻ എഴുതി പോസ്റ്റ് ചെയ്തു. ഒരു 1-2 ദിവസം കഴിയുമ്പോൾ സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ എന്നെ വിളിക്കുന്നു, ദിനേശേ നമുക്കൊന്ന് കൂടണം. ഞാൻ ചോദിച്ചു എന്ത് കൂടണം? അല്ല, തിരുവനന്തപുരത്തു നിന്നുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് നമുക്കൊന്നിച്ചൊന്നിരിക്കണം. ഞങ്ങളുടെ എന്തിനി?
നിങ്ങൾ കള്ളമാണോ എന്നറിയാൻ സുരേഷ് ഉണ്ണിത്താനോട് ചോദിച്ചു നോക്കൂ, GS വിജയനോട് ചോദിച്ചാലും മതി. ആ 10 പേരുടെ ലിസ്റ്റിൽ ആരൊക്കെ ആദ്യം ഉണ്ടാകണം എന്ന് നമുക്കൊരു ധാരണ വേണ്ടേ എന്നായി ഉണ്ണിത്താൻ. ഞാൻ പറഞ്ഞു വേണ്ടല്ലോ, നമ്മളെ കമ്മിറ്റി അങ്ങനെയല്ലല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് 21 പേരും ലിസ്റ്റ് അയക്കണം. അതിലേറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ആരും അവർക്ക് കൊടുക്കാമെന്നാണല്ലോ. അപ്പോൾ അർഹതപ്പെട്ട ആളിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ നിർദ്ദേശം വരുന്നത്. അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് കൂടേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ആര്? സുരേഷ് ഉണ്ണിത്താൻ, GS വിജയൻ, ഞാൻ. കമ്മിറ്റിയിൽ അങ്ങനെയൊക്കെ തീരുമാനിക്കാം. പക്ഷേ എറണാകുളത്തുള്ളവർ, കോഴിക്കോട്ടുള്ളവർ അവരുടെ പരിചയക്കാരുടെ ലിസ്റ്റ് വെച്ച് പാസ്സാക്കും. നമ്മളും അതുപോലെ ഒന്നിച്ച് നിൽക്കണം എന്നായി ഉണ്ണിത്താൻ ചേട്ടൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ നിന്നോളൂ, ഞാനില്ല. ഞാൻ 10 പേരുടെ ലിസ്റ്റ് ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി ഇന്ന് രാവിലെ കൊറിയർ ചെയ്തു എന്ന് പറഞ്ഞു. കൊറിയർ ചെയ്തോ? ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ 10 പേരെ കൊറിയർ ചെയ്തു. അത് ആരുടെയൊക്കെ പേര്? ഞാൻ പറഞ്ഞു അത് ഞാൻ പറയില്ല, അത് അവിടെ പൊട്ടിക്കുമ്പോൾ നമുക്ക് വായിക്കാം എന്ന് പറഞ്ഞു. ചുമ്മാ തമാശ പറയരുത് എന്നായി ഉണ്ണിത്താൻ. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ തമാശ പറയില്ല ചേട്ടാ, സംഘടനാ കാര്യമല്ലേ എന്ന് പറഞ്ഞു. ദിനേശ് ഇത്രയും വേഗം ലിസ്റ്റ് അയക്കുമെന്ന് കരുതിയില്ല, ചേട്ടനും വേഗം അയക്കും എന്നായി ഞാൻ. അല്ല, നമ്മുടെ GS ഒരു നിർദ്ദേശം പറഞ്ഞു. ഞങ്ങളുടെ എന്ത് നിർദ്ദേശം? പെൻഷൻ പദ്ധതി നമ്മുടെ രഘുവണ്ണനെ നൽകി ഉദ്ഘാടനം ചെയ്താൽ നന്നാവുമെന്നാണ് GS പറയുന്നത്. നിങ്ങൾ അണ്ടർലൈനിട്ട് കേട്ടോളൂ, രഘുവണ്ണൻ GSൻ്റെ അളിയനാണേ. അതെങ്ങനെ? രഘുവണ്ണൻ ഫെഫ്കയുടെ കാർഡ് തിരിച്ചു തന്നിട്ട് 1 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോയില്ലേ? ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഫെഫ്കയുടെ അംഗമല്ലല്ലോ. അപ്പോൾ അങ്ങ് പറ്റില്ല അല്ലേ എന്നായി ഉണ്ണിത്താൻ. ഞാൻ പറഞ്ഞില്ല, പറ്റില്ല. ഫെഫ്ക മെമ്പർമാർക്കല്ലേ പെൻഷൻ, അളിയന്മാരെ സഹായിക്കാനല്ലല്ലോ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാലോ ദിനേശേ, ആ കാർഡ് തിരിച്ചു തന്നാലോ? ഞങ്ങളുടെ എങ്ങനെ? അല്ല, ആ കാർഡ് തിരിച്ച് വാങ്ങിയാലോ, 1 ലക്ഷം രൂപ തിരിച്ചു തന്നിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വാങ്ങാൻ പറ്റില്ല അണ്ണ, 1 ലക്ഷം വാങ്ങി അണ്ണം പോയതല്ലേ, അത് തിരിച്ചടയ്ക്കാമെന്നാണ്. ഞാൻ പറഞ്ഞു തിരിച്ചടയ്ക്കാനൊന്നും പറ്റില്ല. അതെങ്ങനെ ശരിയാവും? നാളെ പുതിയ നമ്മൾ പോയിട്ട് വേറൊരു കമ്മിറ്റി വന്നെന്ന് വെച്ചോളൂ, അവർ പറയുകയാണ് കാർഡ് തിരിച്ചു തന്നാൽ 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാം എന്നൊരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അന്ന് അണ്ണം പറയുമോ രഘുവണ്ണൻ്റെ പെൻഷൻ കട്ട് ചെയ്തിട്ട് 10 ലക്ഷം രൂപ രഘുവണ്ണന് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യണമെന്ന്? അങ്ങനെ പറയാൻ പാടില്ലല്ലോ അണ്ണ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ണിത്താൻ ചേട്ടനെ കാണുമ്പോൾ ചോദിച്ചു നോക്കൂ. പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടങ്ങി, 3 മാസത്തിന് ശേഷം കൂടുന്ന കമ്മിറ്റിയാണ്. അങ്ങനെ 10 പേര് വെച്ച് ഓരോരുത്തരും അയച്ച ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 പേരുടെ ലിസ്റ്റ് വന്നിട്ടില്ല, സുരേഷ് ഉണ്ണിത്താൻ്റെ GS വിജയൻ്റെ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് പറയണേ. ഞാൻ ലിസ്റ്റിൽ എഴുതിയ കല്ലയം കൃഷ്ണദാസ് എന്ന് പറഞ്ഞ സംവിധായകൻ, തേവലക്കര ചെല്ലപ്പൻ എന്ന് പറഞ്ഞ പിന്നീട് പേര് മാറ്റിയ പ്രശാന്ത് എന്ന് പറഞ്ഞ സംവിധായകൻ, ബാബു ചെറുകോട് ഈ അടുത്ത കാലത്ത് മരിച്ച് ഞാൻ മാത്രമാണ് സിനിമാ രംഗത്ത് നിന്ന് ബാബുവിൻ്റെ വീട്ടിൽ പോയത് കാട്ടാക്കടയിൽ. ബാബു ചെറുകോട് അസോസിയേറ്റ് ഒരു പാരാലിസിസ് ആയിപ്പോൾ ഒരു മനുഷ്യനാണ്. ഇവരടക്കം ഞാൻ യഥാർത്ഥത്തിൽ പെൻഷൻ കിട്ടാൻ യോഗ്യതയുള്ളവരുടെ ഞാൻ കൊടുത്ത ലിസ്റ്റിലുള്ളവരെല്ലാം പാസ്സായി. കാരണം വേറെയും ഒരുപാട് പേര് അവരുടെ പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മിണ്ടാതിരിക്കണ്ടേ ഉണ്ണിത്താൻ കയറി പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇദ്ദേഹം ഈ പ്രശ്നം എടുത്തിട്ടു, നമ്മുടെ രഘുവണ്ണൻ ആ 1 ലക്ഷം രൂപ തിരിച്ചടയ്ക്കും, എന്നിട്ട് ഈ പെൻഷൻ പദ്ധതി രഘുവണ്ണൻ്റെ പേരോട് ചേർത്ത് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അതുവരെയും അതിന് ശേഷമോ അതിന് മുമ്പോ ഞാൻ ഒരുപാട് പ്രകോപനം ഉണ്ടാക്കിയിട്ട് പോലും സിബിമലയിൽ ചൂടായി ഞാൻ അതുപോലെ കണ്ടിട്ടില്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് വയലൻ്റായി. അദ്ദേഹം പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് ക്ലാപ്പ് എടുത്തു തന്ന ആളാണ് രഘുവണ്ണൻ. രഘുവണ്ണനെ പറ്റിയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട, പക്ഷേ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നിരുന്ന ഇത്തരം അനാവശ്യങ്ങൾ സംസാരിക്കരുത്. അദ്ദേഹം 1 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹത്തിന് കൊടുത്ത് ആ കാർഡ് തിരിച്ചു വാങ്ങിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വൈമനസ്സും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം 1 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ. ഇപ്പോൾ അദ്ദേഹം മാക്ട മെമ്പറല്ല, ഫെഫ്ക മെമ്പറല്ല. ആ അദ്ദേഹത്തിന് 1 ലക്ഷം തിരിച്ചടയ്ക്കാം, പെൻഷൻ കൊടുക്കണമെന്ന് ഉണ്ണിത്താൻ മേലാൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമാകുമ്പോൾ ഉണ്ണിത്താൻ GS വിജയനെ നോക്കുക. GS വിജയൻ്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ല. കാരണം ഇത് ഞാൻ ഇവിടത്തുകാരനല്ല എന്നുള്ള രീതിയിൽ അറിയാത്ത പോലെ ഇരിക്കുന്ന GS. അതാണ് GS. അങ്ങനെ എന്താ പറയുക, നല്ല കളി അറിയാവുന്ന ആളാണ്. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു GS വിജയൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു കഥ കൂടെ പറഞ്ഞുതരാം. ഞാൻ ഈ ഭീമാവള്ളിയിൽ പോയിട്ട് ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകൾ, ഫിലിം ഫെസ്റ്റിവലിന് വരുന്ന ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ DVD വാങ്ങും, ബ്ലൂറേ വാങ്ങും. അങ്ങനെ ഞാൻ സ്ഥിരമായി ചെല്ലുന്നൊരു കടയിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ, ഞാൻ മുമ്പൊരു കഥയിൽ പറഞ്ഞതാണ്, ചെല്ലുമ്പോൾ അവിടെ വിൽപ്പനക്കാരനായി നിൽക്കുന്ന ഒരു പയ്യൻ, ഞാൻ ഓഡിയോ CD എടുത്ത് നോക്കുന്നുണ്ടപ്പോൾ ഒരു താടി വളർത്തിയ വെള്ള ജുബയൊക്കെ ഇട്ട് താടി വളർത്തി ഒരുപാട് കുങ്കുമം കുറിയൊക്കെ ഇട്ട ഒരാളിൻ്റെ ഒരു
കവർ എടുത്ത് തന്നിട്ടുണ്ട്. പറഞ്ഞു സാറേ ഇതിൽ നിന്നൊരു കോപ്പി വാങ്ങണം സാറേ, സാറിന് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മതഭ്രാന്തനെ പോലെയൊക്കെ തോന്നും കണ്ട. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ഇല്ല സാറേ, മനോഹരമായ പാട്ടുകളാണ്, സാറ് കൊണ്ട് കേട്ടു നോക്കണം എന്ന് നിർബന്ധിച്ച് എനിക്ക് തന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നാമത് ഞാൻ വോളിയം കൂട്ടി വെച്ചാൽ കേൾക്കണേ. ഞാൻ ഈ പാട്ടിട്ടപ്പോൾ ആദ്യത്തെ പാട്ട് തന്നെ പറന്ന് ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എന്ന് പറഞ്ഞാൽ പി ലീല പാടി മനോഹരമാക്കിയ സിനിമയിൽ പാടിയ പാട്ട് വേറൊരു ട്യൂണിൽ പാടി തകർത്തിരിക്കുന്നു. ഞാൻ ഈ പാട്ട് വെച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് എൻ്റെ അമ്മ വന്ന് ആ പാട്ട് കേൾക്കാനിരുന്നു. വീഡിയോ CD ആണ്. ടി വിയിൽ കണ്ട അത്ഭുതത്തോടെ ഇരുന്നു. അത് കഴിയുമ്പോൾ പറന്ന് കഴിഞ്ഞിട്ട് പൂവനങ്ങൾക്കറിയാമോ പൂവിൻ്റെ വേദന എന്നുള്ള പാട്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് കാണുകയാണ്. നാളെ എന്നായിട്ടും ഭഗവാനെ കാണാനില്ല എന്നുള്ള പാട്ട്. ആ ഗായകൻ്റെ ഒരു ആരാധകനായി മാറി ഞാനും എൻ്റെ അമ്മയും. അതാണ് തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ. അതുമുതലാണ് ഞാൻ തൃക്കൊടിത്താനത്തുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. തൃക്കൊടിത്താനത്തിനെ കുറിച്ച് ഞാൻ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഞാൻ ഈ കവറെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ മറുവശത്ത് തൃക്കൊടിത്താനത്തിനെ ബുക്ക് ചെയ്യാനുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കൊടുത്തിരിക്കുന്നത് ആ പ്രോഗ്രാമിൽ മുഖർശങ്ക് വായിക്കുന്ന നെയ്യാറ്റിൻകരക്കാരനായ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിൻ്റെ നമ്പറാണ്. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോൾ കൃഷ്ണൻ എടുത്തു. ഞാൻ പറഞ്ഞു ഹലോ മിസ്റ്റർ കൃഷ്ണൻ, അതെ ഈ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ്റെ നമ്പർ എന്തരോ? അയാളുടെ നമ്പറൊന്നും എന്നെ വിളിക്കരുത്, തരില്ല, എൻ്റെ ഇല്ല അയാളുടെ നമ്പർ. നിങ്ങൾ ആരാ നിങ്ങളുടെ പറഞ്ഞു എന്നെ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കരമായിട്ട് ചൂടായി. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ച DVD-യുടെ പുറകിൽ നിങ്ങളുടെ നമ്പറാണല്ലോ കിടക്കുന്നത് തൃക്കൊടിത്താനത്തിന് ബുക്ക് ചെയ്യാനായിട്ട്. അതൊക്കെ കഴിഞ്ഞു, മേലെ ഇത് വിളിക്കരുതേ. ഞാൻ ചമ്മിപ്പോയി. പിറ്റേ ദിവസം ഞാനും GS വിജയനും കൂടി മാക്ടയുടെ എക്സിക്യൂട്ടീവിന് പോവുകയാണ്. മാക്ടയുടെ ആണോ FFKയുടെ ആണോ? മാക്ടയുടെ എക്സിക്യൂട്ടീവിന് പോവുകയാണ്. വിജയേട്ടൻ്റെ കാറിലാണ് ഞങ്ങൾ പോവാറ്. അപ്പോൾ വിജയേട്ടൻ ഞങ്ങൾക്ക് യാത്രാബത്ത കിട്ടും, 1000 1500 രൂപ എന്തോ യാത്രാബത്ത കിട്ടും. അപ്പോൾ വിജയേട്ടൻ I-20 കാറിൽ ഡ്രൈവറുണ്ട്. വിജയേട്ടൻ ഫ്രണ്ടിൽ കയറി, ഞാൻ പുറകെ കയറി. ഞങ്ങൾ കഥകൾ പറഞ്ഞ് പോകും. മദേഴ്സ് കിച്ചണിൽ ചെന്ന് ആഹാരം കഴിക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി വരുമ്പോഴും അവിടെ ഇറങ്ങി ആഹാരം കഴിക്കും. അതിൻ്റെയൊക്കെ ബില്ല് ഞാൻ കൊടുക്കും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വിജയേട്ടാ, എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ ഒരു CD വാങ്ങിച്ച് കേട്ടോ, മനോഹരമായ CD ആണ് കേട്ടോ. കൊണ്ടുവരാത്തന്ത്രാ, നമുക്ക് കാറിയിട്ട് കാണാമായിരുന്നല്ലോ. ഞാൻ കൊണ്ടുവന്നില്ല. ഞാൻ അയാളെ ഒന്ന് ബന്ധപ്പെടാനായിട്ട്, തൃക്കൊടിത്താനം സച്ചിദാനന്ദനെ ബന്ധപ്പെടാനായിട്ട് അതിൽ കൊടുത്തിരുന്ന നമ്പർ വിളിച്ചു. അപ്പോൾ നെയ്യാറ്റിൻകര ഉള്ള ഒരു മുഖർശങ്ക് വായിക്കുന്ന ഒരു കൃഷ്ണൻ്റെ നമ്പറാണ്. അയാൾ എന്നെ വളരെ മോശമായി എൻ്റെ പെരുമാറി. അതിന് അവർ തമ്മിൽ എന്തോ തെറ്റിയെന്ന് തോന്നി കേട്ടാ. അതുകൊണ്ട് മേലാൽ തൃക്കൊടിത്താനത്തിന് വേണ്ടി എൻ്റെ നമ്പർ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ വിരട്ടി എന്ന് പറഞ്ഞു. അവൻ്റെ നമ്പർ ഇങ്ങോട്ട് ഞാൻ നമ്പർ കൊടുത്തു. വിജയേട്ടൻ കൂളായിട്ട് വിളിച്ചു. മറുവശത്ത് ഫോൺ എടുത്തു. എടേ കൃഷ്ണ, നീ എവിടെ നിൽക്കണ്? ഞാൻ ആരെന്നാ? നീ ഇത്ര വേഗം മറന്നടാ കൃഷ്ണ, നീ എവിടെ നിൽക്കുന്നു? നെയ്യാറ്റിൻകര. എടേ നിന്നെ ആ ശാന്തിപിള്ളിയിലുള്ളൊരു പയ്യനെ, ദിനേശ് എന്നൊരു പയ്യൻ വിളിച്ചു അല്ലേ? ആ തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ നീ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു. എന്തോടെ നീ ഇങ്ങനെയൊക്കെ പെരുമാറണേ? GS വിജയന് ഈ പറയുന്ന കൃഷ്ണനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സംസാരിക്കുന്നത് 50 വർഷമായിട്ട് സതീർത്ഥരാണെന്ന് തോന്നുന്നു. എടാ നീ അങ്ങനെ പറയരുത് കൃഷ്ണ. നിന്നെ വിളിച്ച് നിൻ്റെ നമ്പർ കണ്ടോണ്ട് ആ പയ്യൻ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടപ്പം തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ നമ്പർ തരാൻ പറഞ്ഞാൽ നീ നമ്പർ കൊടുക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ അയാളുമായിട്ട് ബന്ധമില്ല, നമ്പർ ചോദിക്കരുത് എന്ന് പറയുന്നതിന് വരെ നീ എന്തിനാ അവൻ്റെ മോശമായിട്ട്? അത് വിട് കൃഷ്ണ, ഞാൻ ആരാണെന്നുള്ള വിട്. നീ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കൃഷ്ണനെ ഏതാണ്ട് ആലപ്പുഴ വരെ ഫോണിൽ ഒരു പരുവമാക്കി. ഫോൺ വെച്ചു. ഫോൺ കൃഷ്ണൻ കട്ട് ചെയ്യുമ്പോൾ വിജയേട്ടൻ വീണ്ടും വിളിക്കും. കൃഷ്ണ നീ ഫോൺ വെച്ചാടാ, ഞാൻ പറയുന്നതിന് മറുപടി പറ എന്നൊക്കെ പറഞ്ഞ് വട്ടാക്കി കൃഷ്ണനെ. ഇതിനിടയിൽ ഞാൻ ക്യാമറമാൻ പ്രതാപൻ, ഈ തൃക്കൊടിത്താനത്തിനടുത്തുള്ള ആളാണ്. ഞാൻ പ്രതാപനെ വിളിച്ച് തൃക്കൊടിത്താനം സച്ചിദാനന്ദൻ നമ്പർ തപ്പിത്തരാൻ പറഞ്ഞ് അദ്ദേഹം തരികയും ഈ കാർ യാത്രക്കിടയിൽ തന്നെ ഞാൻ സച്ചിദാനന്ദനെ ആദ്യമായി ഫോണിലൂടെ ബന്ധപ്പെടുന്നു. ഫോൺ വിജയേട്ടന് കൈമാറുന്നു. വിജയേട്ടനുമായിട്ട് തൃക്കൊടിത്താനം സംസാരിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ ബുക്കിംഗ് ഏജൻറ്റും പണി കൂടി ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ തൃക്കൊടിത്താനം സച്ചിദാനന്ദനെ വിഴുങ്ങി. അതായത് സച്ചിദാനന്ദൻ ഒരു 50,000 രൂപയ്ക്ക് പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞാൽ കൃഷ്ണ ഒരു 75,000 വാങ്ങിക്കും, 25 വിഴുങ്ങും. ഇത് അവസാനം എന്തോ പിടിച്ചു. അങ്ങനെയാണ് അവർ തമ്മിൽ തെറ്റിയത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് തൃക്കൊടിത്താനത്തിനെ ഓർമ്മ ആലോചിച്ചാൽ എനിക്ക് GS വിജയൻ ഓർമ്മ വരും. കാരണം കൃഷ്ണനെ വട്ടാക്കിയത്. ഞാൻ ഇത്രയും നേരം GSനെ പറ്റി നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ പറയാൻ ഇടവന്നത് ഈ കഴിഞ്ഞ 7-ാം തീയതി മാക്ടയുടെ 30-ാം വാർഷികം എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് ആഘോഷിച്ചു. സെമിനാറ്, ഫാമിലി മീറ്റ്, ഗെയിമുകൾ, മാജിക്ക്, സ്കിറ്റ്, ലെജൻഡ് ഹോണർ അവാർഡ്,
മാറ്റ ഡോക്യുമെൻ്ററി പ്രദർശനം, ലെജൻഡ് ഹോണർ ലൈവ് പെയിൻറ്റിങ്, നേരിട്ടുള്ള പെയിൻറ്റിങ്, ഫോട്ടോ എക്സിബിഷൻ, ഡാൻസ് ഷോ, മെഗാ മ്യൂസിക് എന്ന് പറഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെയും പ്രോഗ്രാമുകളുണ്ടായിരുന്നു. വളരെ ശുഷ്കമായ സദസ്സായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി. ഇവരൊരു പബ്ലിസിറ്റിയെ കൊടുക്കണ്ടായിരുന്നു. ആ ടൗൺ ഹാളിൻ്റെ പകുതി സീറ്റിൽ പോലും ആളില്ല. എന്താണെന്ന് എനിക്കറിയില്ല. മാറ്റയുടെ ഒരു പരിപാടിക്കും ഇങ്ങനെ ആളില്ലാതിരിക്കുന്നതല്ല. പക്ഷേ ആളില്ലാത്ത ശുഷ്കമായ കസേരകളെ നോക്കിയാണ് പ്രോഗ്രാം നടത്തിയത്. പക്ഷേ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടന്നു. രാമു കാര്യട്ടിൻ്റെ നെല്ലിലൂടെ എന്താ പറയുക, സിനിമയിൽ വന്ന ആളാണ് തൃശ്ശൂർ ചന്ദ്രാപ്പന്നി സ്വദേശിയായ അമ്പിളി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല സംവിധായകൻ അമ്പിളിയെ. 100-ലധികം സിനിമകളുടെ കലാസംവിധായകനായിരുന്നു. മധുസാറിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരാളാണ്. നഷ്ടസ്വർഗങ്ങളെ എന്ന അനശ്വര പാട്ടുള്ള വീണപൂവിൻ്റെ സംവിധായകനായി തുടക്കം കുറിച്ചു. അഷ്ടപതി, സമുദായം, സ്വന്തം ശാരിക, ഗാനമേള, മൗനരാഗൻ, സീൻ നമ്പർ 7, ഈഗിൾ, കബനി, ചാമൻ്റെ കബനി തുടങ്ങിയ സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അമ്പിളിയുടെ നഷ്ടസ്വർഗങ്ങളെ, നിങ്ങൾ എനിക്കൊരു ദുഃഖ സിംഹാസനം നൽകി, തപ്തനിശ്വാസങ്ങൾ, ചാമരം വീശുന്ന ഭഗ്ന സിംഹാസനം നൽകി എന്നുള്ള മനോഹരമായ എക്കാലത്തെയും ഹിറ്റായ ശ്രീകുമാരൻ തമ്പി എഴുതി വിദ്യാധരൻ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണല്ലോ. 1983 ജനുവരി 21-നാണ് അമ്പിളിയുടെ വീണപൂവ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലെത്തുന്നത്. 1989, അതായത് 6 വർഷം കഴിഞ്ഞിട്ടാണ് GS വിജയൻ ചരിത്രം എന്ന സിനിമയിലൂടെ സംവിധായകനാവുന്നത്. പ്രായത്തിലും സീനിയോറിറ്റിയിലും അമ്പിളി GS വിജയനേക്കാൾ ഏറെ മുന്നിലാണ്. നടൻ മധുസാറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പ്രിയ ശിഷ്യരിൽ ഒരാളാണ്. ആ ഒരു സ്ഥാനവും ഉള്ള ആളാണ് അമ്പിളി. നല്ല പെയിൻറ്ററാണ്. നിരവധി ചിത്രങ്ങളിലൂടെ കഴിവ് തെളിയിച്ച കലാകാരനുമാണ് അമ്പിളി. സിനിമാക്കാരുടെ കൊതിക്കെറിവ്, പാരപണിയൽ, പരദൂഷണം, സേവ പിടിക്കൽ അല്ലെങ്കിൽ പെണ്ണ് പിടിക്കൽ, ഇതിനൊന്നും കിട്ടാത്ത സാധുവായ മനുഷ്യനാണ് അമ്പിളി. തുടക്കകാലം മുതൽ അദ്ദേഹം ആക്ടിലുണ്ട്. ആകപ്പാടെ അദ്ദേഹം ചെയ്ത ഒരു തെറ്റായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു മാടമ്പി കൊണ്ടു കിടന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, അത് നാമാവിശേഷമായ ശേഷം ആ ഫെഡറേഷൻ്റെ ചെയർമാനാണ് ഇപ്പോൾ അമ്പിളി. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് ഫെഫ്കയിൽ അംഗത്വം ആവശ്യമില്ല, ആരും സിനിമാക്കാരും ഇല്ലാത്ത മാറ്റ ഫെഡറേഷൻ മതി എങ്കിൽ മതി, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. തുടക്കകാലം മുതൽ മാറ്റിലുള്ള അമ്പിളിയെ മാറ്റയുടെ 30-ാം വയസ്സിൽ ക്ഷണിക്കുക, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ ആലോചനാ യോഗത്തിനും അത് കഴിഞ്ഞ് ആ ഫംഗ്ഷനും ടൗൺ ഹാളിലെത്തി. മാറ്റയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മെക്കാട്ടിനാണ്, റാഫി മെക്കാട്ടിലെ മെക്കാട്ടിൻ. പത്മകുമാർ, ശിക്കാറൊക്കെ ചെയ്ത പത്മകുമാറാണ് ജനറൽ സെക്രട്ടറി. കോളിൻസാണ് ട്രഷറർ. ശത്രുഘ്നൻ, ജോഷി മാത്യു, PK ബാബുരാജ്, വ്യാസൻ എടവനക്കാട്, സുരേഷ് പൊതുവാൾ, മേജർ രവി, ഹരികുമാർ, വേണുഗോപാൽ, ഷാജി പട്ടിക്കര, കലാസംവിധായകൻ ബാവ, ഗായകൻ സുദീപ് കുമാർ, സിദ്ധാർത്ഥ് ശിവ തുടങ്ങി 20 പേരാണ് ആ കമ്മിറ്റിയിൽ മെക്കാട്ടിൻ്റെ കൂടെ ഉള്ളത്. പറയാൻ വിട്ടു, നേരത്തെ ഭവനമള്ളിയിലെ പട്ടുകുട്ടി എന്ന് പറഞ്ഞതുപോലെ പതിവായിട്ട് ഉള്ളതുപോലെ തന്നെ ഇതിലും ഇപ്പം മാറ്റയിലെയും എക്സിക്യൂട്ടീവിൽ GS വിജയനുണ്ട്. അപ്പോൾ PN മേനോനും ഭരതനും RK എന്ന് വിളിക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടനും അടക്കം സിനിമാ രംഗത്ത് നിരവധി ചിത്ര കലാകാരന്മാരുണ്ട്. നന്നായിട്ട് പടം വരയ്ക്കാൻ കഴിയുന്ന മിടുക്കന്മാരുണ്ട്. അവരിലൊരാളാണ് അമ്പിളി. ഞാൻ ഇതിൽ കാണിക്കുന്ന അമ്പിളിയുടെ പെയിൻറ്റിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. മാറ്റ 30-ാം വാർഷികത്തിനെത്തിയ അമ്പിളിക്കും ബ്രഷും കളറും ഒക്കെ കൊടുത്ത് യുവതലമുറയോടൊപ്പം നേരിട്ട് ലൈവായിട്ട് പടം വരയ്ക്കാൻ ഏൽപ്പിച്ചു. അമ്പിളി ബ്രഷ് വാങ്ങി പടം വരച്ചു. പലയിടത്തും ഇത്തരം വരയ്ക്കലുകൾക്ക് സംഘാടകർ വിഷയം നൽകും. ഈ വിഷയം ആസ്പദമാക്കി വരയ്ക്കണം. ഇവിടെയും വിഷയം വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. സിനിമാ രംഗത്തെ വലിപ്പിക്കൽ, അതിനെക്കുറിച്ച് പടം വരയ്ക്കൂ എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ സിനിമാ രംഗത്തെ കുതികാൽ വെട്ട്, അതിനെക്കുറിച്ച് വരയ്ക്കാമല്ലോ. 2050-ലെ സിനിമ എങ്ങനെയായിരിക്കും പിടിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും 2100-ൽ എങ്ങനെ ഇരിക്കും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഏത് വിഷയം വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീ വിനയം ഒരു വിഷയമായിട്ട് കൊടുക്കാമല്ലോ. സ്ത്രീ വിനയത്തെക്കുറിച്ച് ഒന്ന് വരയ്ക്കൂ. അല്ലെങ്കിൽ സിനിമയിലെ ഉണ്ണാക്കന്മാരെക്കുറിച്ച് വരയ്ക്കൂ എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ സിനിമ കണ്ടുപിടിച്ച ദുർവാസാവിനെക്കുറിച്ച് വരയ്ക്കൂ എന്നൊക്കെ പറയാം നമുക്ക്. വിഷയത്തിനൊന്നും ഒരു ദാരിദ്ര്യമില്ല. പക്ഷേ എത്ര വിഷയങ്ങൾ വേണമെങ്കിലും കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. വരയ്ക്കുന്നവർക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അമ്പിളിയും പുതുതലമുറയും വരച്ചു. ആനുകാലിക മലയാള സിനിമാ രംഗത്തെ പശ്ചാത്തലമാക്കി അമ്പിളി വരച്ചു. വുമൺ സിനിമ ക്യാൻസർ, അതായത് WCC എന്നാണ് അദ്ദേഹം വരച്ച പെയിൻറ്റിങ്ങിന് അദ്ദേഹം കൊടുത്ത പേര്. വുമൺ സിനിമ ക്യാൻസർ. അമ്പിളി അദ്ദേഹത്തിന് അങ്ങനെ ടൈറ്റിൽ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സിനിമയിൽ പെൺനഗ്നതയെ ചൂഷണം ചെയ്യുന്നതായിരുന്നു വിഷയം. WCCക്ക് പിന്തുണ നൽകിയ ചിത്രമെന്ന് അമ്പിളി പറയും. പക്ഷേ വരച്ചു
ആ ചിത്രം കണ്ടവർക്കാർക്കും WCCക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അമ്പിളി പറയുന്നത് ഞാൻ WCCക്ക് പിന്തുണ കൊടുത്തു എന്നാണ്. WCCയെ കളിയാക്കി അമ്പിളി ചിത്രം വരച്ചു എന്ന് എനിക്ക് ആ ചിത്രം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ WCCക്ക് എതിരാണ് എല്ലാ കാലത്തും. കാരണം കാപട്യ മുഖങ്ങളോട് ഒരിക്കലും സന്ധിയില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തായാലും രണ്ടായാലും അത് കലാകാരനായ അമ്പിളിയുടെ സ്വാതന്ത്ര്യമാണ്. ശ്രീമൂലനഗരം മോഹനടക്കം അമ്പിളിയെ വരയ്ക്കുന്നിടത്ത് ചെന്ന് ഷേഖാൻ്റെ അടുത്ത് പ്രകീർത്തിച്ചു. ഇനി അമ്പിളി പറയുന്നത് നിങ്ങൾ കേൾക്കൂ. മാക്റ്റ എന്ന സാംസ്കാരിക സംഘടന ജന്മമെടുത്തിട്ട് 30 വർഷമായി. എൻ്റെ സിനിമാ ജീവിതത്തിന് 50 വർഷം കഴിഞ്ഞു. മലയാള സിനിമയുടെ വേര് മദ്രാസിൽ നിന്ന് പറിച്ചെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് നട്ട് വളർത്തി വലുതാക്കി എടുക്കാൻ കഴിയുമെന്ന് 30 വർഷം മുമ്പ് ആരും കരുതിയിട്ടുണ്ടാവില്ല, ജോൺ പോൾ ഒഴികെ. മാറ്റയ്ക്ക് ജന്മം കൊടുത്തതും വളർത്തിക്കൊണ്ടുവന്നതും ജോൺ പോളാണ്. കൂടെ KG ജോർജും കല്ലു ഡെന്നീസും ഉണ്ടായിരുന്നു. അത് അമ്പിളിക്ക് പറ്റിയൊരു തെറ്റാണ്. കല്ലു ഡെന്നീസ് തിരക്കഥ എഴുതുന്ന സിറ്റി പോലീസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ നവാഗതനായ വേണു ബി നായർ സംവിധാനം ചെയ്യുന്ന സെറ്റിൽ ഇന്നലെ എടുത്ത ഒരു സീൻ ഇന്ന് റീടേക്ക് ചെയ്യണമെന്ന് വേണു ബി നായർ പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് സുരേഷ് ഗോപി വാശി പിടിക്കുകയും കല്ലു ഡെന്നീസിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം വന്നിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ നിനക്കെന്താ അവകാശം, ഇതേ വേണു ബി നായർക്ക് വരാൻ ജോഷിയാണെങ്കിൽ നീ പറയുമോ എന്ന് കേട്ടു. അങ്ങനെ ശപിച്ചു കൊണ്ടുപോയി സുരേഷ് ഗോപി ആ സീനിൽ അഭിനയിക്കുകയും സീൻ കഴിഞ്ഞുടൻ തന്നെ ഈ പടം 10 പൈസ വയ്ക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞ് മലയാളത്തിലൊരു തെറി വിളിച്ചുകൊണ്ട് നടന്നു പോവുകയും അത് ആ പടത്തിൻ്റെ നിർമ്മാതാവായ പാലമറ്റം മജീദ് കേട്ടോണ്ട് നിൽക്കുകയും അദ്ദേഹം കല്ലു ഡെന്നീസിനോട് ഇങ്ങനെ നമ്മളെ പടം ഓടില്ല എന്ന് പറഞ്ഞാൽ അവൻ ചീത്ത വിളിച്ചു എന്ന വിവരം അറിയിക്കുകയും കല്ലു ഡെന്നീസ് അറിഞ്ഞം പുറഞ്ഞം സുരേഷ് ഗോപിയെ ശരിക്കും മുഖത്ത് നോക്കി ചീത്ത വിളിച്ചിടത്തു നിന്നാണ് മാറ്റ് തുടങ്ങുന്നത്. അന്ന് മാത്രമല്ല, കല്ലു ഡെന്നീസ് ആദ്യം ബന്ധപ്പെട്ടത് ഡെന്നീസ് ജോസഫിനെയാണ്. അത് നമ്മുടെ സംവിധായകൻ അമ്പിളിച്ചേട്ടന് പറ്റിയൊരു തെറ്റാണ്. ജോൺ പോളാണ് മാറ്റ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് ശരിയല്ല. കല്ലു ഡെന്നീസും ഡെന്നീസ് ജോസഫും കൂടിയാണ്. മൂന്നാമത് കണ്ടത് ജോൺസി സാറിനായിരുന്നു. അവർ 3 പേരും കൂടിയാണ് തിരക്കഥാകൃത്തുക്കൾക്ക് മാത്രമായി ഒരു യൂണിയൻ എന്നുള്ളതിനെ മാറ്റി തിരക്കഥാകൃത്തുക്കൾക്ക് സംവിധായകനും കൂടി ഒരു യൂണിയൻ എന്നുണ്ടാക്കി അത് ചർച്ചകൾ ചെയ്താണ് ഇന്നത്തെ മാറ്റ ഉണ്ടായത്. മാറ്റയുടെ 30ാം വാർഷികം കേമമാക്കാൻ തീരുമാനമെടുത്ത് പ്രവർത്തിച്ച മെക്കാട്ടിൻ, പത്മകുമാർ, ജോസ് തോമസ് തുടങ്ങിയവർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അമ്പിളി 30ാം വാർഷിക ആഘോഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിലേക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു. ഞാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. 30ാം വാർഷിക ആഘോഷത്തിനൊപ്പം മാക്റ്റ ലെജൻഡ് ഹോണർ അവാർഡ് ശ്രീകുമാരൻ തമ്പി സാറിന് നൽകാനും ആദരിക്കാനും നിശ്ചയിച്ചു. ആഘോഷത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കാൻ പലതരം പരിപാടികൾ ആവിഷ്കരിച്ചു. അതിലൊന്നായിരുന്നു ലൈവ് ചിത്രം വര. ചിത്രം വരയ്ക്കാൻ എന്നെയും ക്ഷണിച്ചു. ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസും പെയിൻറ്റും മാക്റ്റ തന്നു. ഇന്ന വിഷയത്തെക്കുറിച്ചേ വരയ്ക്കാവൂ എന്ന് മാക്റ്റ നിഷ്കർഷിച്ചിരുന്നില്ല. വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ മാക്റ്റ കടിഞ്ഞാണിട്ടിരുന്നില്ല. സ്വച്ഛന്തമായി ചിന്തിക്കാനും വരയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം മാക്റ്റ അനുവദിച്ചിരുന്നു. പലരും ഉണ്ടായിരുന്നു വരയ്ക്കാൻ. ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചു. ഒരു സമകാലീന വിഷയത്തെക്കുറിച്ച് വരയ്ക്കണമെന്ന് എനിക്ക് തോന്നി. 3-4 വ്യക്തികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വരച്ചത്. സിനിമാ മേഖലയെ മുഴുവൻ കാർന്നു കൊന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ കുറിച്ച് വരയ്ക്കാനാണ് എൻ്റെ ഭാവന എനിക്ക് പ്രേരണ തന്നത്. വിമൻ, സിനിമ, ക്യാൻസർ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ വരച്ചു. കാണികളുടെ കൺമുന്നിൽ വച്ചാണ് ഞാൻ വരച്ചത്. കാണികൾക്ക് ആശയം ഇഷ്ടപ്പെട്ടു. വരയ്ക്കുന്നതിനിടയിൽ അവർ വന്ന് ആശ്ലേഷിച്ചു, അഭിനന്ദിച്ചു, ഓട്ടോഗ്രാഫുകൾ എഴുതി വാങ്ങിച്ചു. ശ്രീമൂലനഗരം മോഹനും ഡബ്ബിങ്ങുകാരിയും വന്ന് ഹസ്തദാനം തന്നു. ചാനലുകാർ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി. അവർ ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ തേടി. ഹേമ കമ്മീഷൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ആരാഞ്ഞു. എൻ്റെ നിലപാട് അവരോട് ഞാൻ പങ്കുവച്ചു. അതിനിടെ GS വിജയൻ എന്ന ആൾ അവിടെ വന്നു. ഞാൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രം അയാൾ വലിച്ചെറിഞ്ഞു. പവിത്രമായ എൻ്റെ രചനയെ ആ ചട്ടമ്പി ചവിട്ടിമെതിച്ചു. ശ്രീകുമാരൻ തമ്പി സാറിന് ഒരു സ്നേഹോപഹാരമായി കൊടുക്കാൻ ഞാൻ വരച്ച് ചില്ലിട്ട് വച്ചിരുന്ന തമ്പി സാറിൻ്റെ ഫോട്ടോ ഞാൻ വരയ്ക്കുന്നിടത്ത് വച്ചിരുന്നു. തമ്പി സാറിൻ്റെ ആ ചിത്രം ഈ നീചൻ വലിച്ചെറിയുകയും കാലുകൾ കൊണ്ട് ചവിട്ടി ഉടയ്ക്കുകയും ചെയ്തു. ഒരു തെമ്മാടി തമ്പി സാറിൻ്റെ മുഖത്ത് ചവിട്ടിയതുപോലെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നിയത് എന്നാണ് കണ്ടു നിന്നവർ പ്രതികരിച്ചത്. എന്നെ തല്ലുമെന്നും കൊല്ലുമെന്നും വരച്ച ഈ കൈയില്ലാതെ ഇവിടുന്ന് പോകേണ്ടി വരുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. GS വിജയൻ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല. തമ്പി സാറിൻ്റെ ഫോട്ടോ, ചില്ല് പൊട്ടിയ ഫോട്ടോ ഞാനിത് കാണിക്കാം. പക്ഷേ തമ്പി സാറിൻ്റെ ഫോട്ടോ GS വിജയൻ ഇട്ട് ചവിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. നിൻ്റെ കയ്യെ ഞാൻ വിട്ടും എന്ന് പറയുന്ന അത്രയും ആംബിയറുള്ള ആളും അല്ല
GS വിജയൻ എന്നാണ് എൻ്റെ അനുഭവം. തല്ലാനും കൊല്ലാനും ഒക്കെ എന്താ പറയുക, ഞാൻ ഏർപ്പാടാക്കുമെന്നൊന്നും GS വിജയൻ പറയുമെന്നും എനിക്ക് തോന്നില്ല. ഈ വാക്കുകളും ഈ പ്രവൃത്തികളും കേരളീയരായ നമ്മൾ മുമ്പ് കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയ കഥയായിരിക്കും പുള്ളി ഓർക്കുന്നത്. ആ വാക്കുകൾ ഉച്ചരിക്കാനുള്ള പ്രേരണയും ധൈര്യവും ഈ വിജയന് എവിടുന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ജനങ്ങളും ക്യാമറയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അധമൻ ഇങ്ങനെ തുള്ളിയത്. കാക്കയോ പൂച്ചയോ മാത്രമേ വരയ്ക്കാവൂ എന്ന് മാറ്റ പറഞ്ഞിരുന്നില്ല. ചിത്രകാരൻ്റെ ഭാവനയ്ക്ക് വിട്ടുതന്നിരുന്നു. മാറ്റ കലാകാരന്മാരുടെ സംഘടനയാണല്ലോ. മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വരെ വിമർശിച്ച് വരയ്ക്കാൻ ചിത്രകാരന് സ്വാതന്ത്ര്യമുണ്ട്. ആ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് നമ്മൾ. മാറ്റയുടെ ആഘോഷരാവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവിനെ പരിഹസിച്ചുകൊണ്ട് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചതായി ഞാൻ അറിഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെയോ BJPയുടെയോ പോഷക സംഘടനയല്ലല്ലോ മാറ്റ. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സ്കിറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്? GS വിജയൻ ആ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ലേ? ഒരു വിസിൽ ശബ്ദം കേട്ടാൽ ഓടിയെത്തേണ്ട വിജയന്മാരുടെ കവാത്ത് എന്തേ ഇല്ലാതെ പോയത്? എന്താണിത്? രണ്ട് നീതിയോ? കല, സിനിമ എന്നിവയെ തകർക്കണമെന്ന ഗൂഢലക്ഷ്യം ചിലർക്കോ ചില സംഘടനകൾക്കോ ഉണ്ട്. ഇതിന് പിന്നിലെ ബുദ്ധി ആരുടേതാണ്? അതിന് പണം ചെലവാക്കുന്നത് ആരാണ്? മോഹൻലാലിനും മമ്മൂട്ടിക്കും കൊടുക്കുന്ന വേതനം ജൂനിയർ ആർട്ടിസ്റ്റിന് വാങ്ങിത്തരും, അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം പാവ സഹോദരിമാരെ പ്രലോഭിപ്പിക്കുകയാണ്. ഈ പ്രചരണത്തിന് കൂട്ടുനിൽക്കുന്നവർക്കൊക്കെ പണം ലഭിക്കുന്നുണ്ടെന്നാണ് പിന്നാമ്പുറത്തെ വാർത്ത. GS വിജയൻ ഹരിഹരൻ സാറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുരുനാഥനോട് അയാൾക്ക് പകയുണ്ടെന്നും കേട്ടിരുന്നു. ഹരിഹരൻ എന്ന് പറഞ്ഞ സംവിധായകനോട് GS വിജയന് പകയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. വളരെ എവിടെ വെച്ച് കണ്ടാലും രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കും. വിജയാന്ന് പോലും വിളിക്കില്ല, നിങ്ങളെന്നൊക്കെ വിളിച്ചാണ് ഹര സാർ സംസാരിക്കുന്നത്. പക്ഷേ അമ്പിളി പറയുന്നു GS വിജയന് പകയുണ്ടെന്ന്. അടുത്തിടെ ഒരു ലൈംഗിക ആരോപണത്തിൽ ഹരിഹര സാറിൻ്റെ പേരും ഏതോ ഒരു വിമൻ പുറത്തുവിട്ടു. അവരെയാണ് ഈ വിജയൻ അനുകൂലിക്കുന്നതും താങ്ങുന്നതും. ഹായ്, നല്ല ഗുരുദക്ഷിണ. ഈ വിജയൻ തിരുവനന്തപുരത്തെ റൗഡിയാണെന്ന് ഇപ്പോൾ ചിലരെന്നെ വിളിച്ചു പറയുന്നു. അമ്പിളിച്ചേട്ടാ, വിളിച്ചു പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അയാൾ തിരുവനന്തപുരത്തെ റൗഡിയൊന്നുമല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അമ്പിളിച്ചേട്ടാ. അയാളൊരിക്കലും അങ്ങനെ ഒരു മോശക്കാരനായി നടക്കുന്ന ഒരു മനുഷ്യനല്ല, റൗഡിയെന്നല്ല, ഒരു തല്ലുകൊള്ളി പോലും അല്ല. അത് ആ വിളിച്ചു തന്നവർ അമ്പിളിച്ചേട്ടനെ പറ്റിക്കുന്നതാണെന്ന് ഞാൻ പറയും. അങ്ങനെ എനിക്ക് മെസ്സേജും വരുന്നുണ്ട്. ഒരു കൂട്ടായ്മയിൽ ഒരു റൗഡി ഉണ്ടെങ്കിൽ ആ റൗഡിയുടെ പ്രവൃത്തികൾ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരെയും ബാധിക്കും. ഞാൻ സ്ത്രീകൾക്കോ സ്ത്രീ സംഘടനകൾക്കോ അവരുടെ സ്വാതന്ത്ര്യത്തിനോ എതിരല്ല. ഞാൻ വരച്ച ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന ഒരു ചിത്രമുണ്ട്. സിനിമയിൽ സ്ത്രീകളുടെ ശരീരം ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് ആ ചിത്രത്തിൻ്റെ ആശയം. എൻ്റെ എല്ലാ ചിത്ര പ്രദർശനത്തിലും ഞാൻ ആ ചിത്രം അലങ്കരിക്കാറുണ്ട്. ആ ചിത്രം വാങ്ങാൻ വിദേശികളടക്കം പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ചിത്രം മാത്രം വിൽക്കാൻ തയ്യാറല്ല. വിമൻ സിനിമ ക്യാൻസർ എന്ന ചിത്രം ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത് ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന ഈ ചിത്രവും ഞാൻ പ്രദർശിപ്പിച്ചിരുന്നു. സിനിമകൾ ഇല്ലാതാക്കാൻ സിനിമാ തിയേറ്ററുകൾ കത്തിച്ചിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ഈ GS വിജയനെ എനിക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സിനിമ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഈ വിജയൻ പണം കൈപ്പറ്റുന്നുണ്ടോ? ഒരിക്കലും GS വിജയൻ അങ്ങനെ ചെയ്യില്ല അമ്പിളിച്ചേട്ടാ. നിങ്ങൾ കാണിച്ച ശുദ്ധപോകൃതനമാണ്. പക്ഷേ അങ്ങനെയൊന്നും സിനിമയെ നശിപ്പിക്കാനൊന്നും GS വിജയൻ പൈസ വാങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സിനിമ സഹോദരിമാരെ പ്രലോഭിപ്പിച്ച് കുന്തമനയിൽ കയറ്റി നിർത്തുന്നതിൽ ഈ വിജയനും പങ്കുണ്ടോ? ഹരിഹര സാറിനെ കുറിച്ചുള്ള ആരോപണവും കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. സിനിമാ സഹോദരിമാരുടെ ബുദ്ധിയല്ല ഇതിന് പിന്നിൽ, വേറെ ചിലരുടെ വക്രബുദ്ധിയും പണവും ഈ തീക്കളിക്ക് പിന്നിലുണ്ടെന്ന് കേൾക്കുന്നു. നേരാവാം. സിനിമ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ അത് തിരിച്ചറിയാതെ പോകരുത്. 96 വർഷമായി മലയാള സിനിമ പിറന്നിട്ട്. 4 വർഷം കൂടി കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് 100 വയസ്സാകും. മലയാളത്തിൽ ആദ്യം രൂപം കൊണ്ട സിനിമാ സംഘടന മദ്രാസിലെ ചലച്ചിത്ര പരിഷത്താണ്. അതിൻ്റെ ഭാരവാഹികൾ രാമു കരട്ടും MO ജോസഫും TE വാസുദേവനും RS പ്രഭുവും സത്യനും പ്രേം നസീറും KP ഉമറും മധുവും TK ബാലചന്ദ്രനും തുടങ്ങിയ തൃഷ്ണാശാലികളായിരുന്നു. അവിടെ റൗഡികളൊന്നും ഉണ്ടായിരുന്നില്ല. റൗഡികളോ സംഘടനകളോ അല്ല സിനിമയെ വളർത്തിയത്, കാണികളാണ്. അവിടെയും ഒരു തിരുത്തുണ്ട് അമ്പിളിച്ചേട്ടാ.
മദ്രാസിൽ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ബെൻസ് കാറും കൊണ്ട് ചെന്ന തെമ്മാടി കൂട്ടങ്ങൾ ഈ ചലച്ചിത്ര പരിഷത്തിൽ ഒരു കാലത്ത് പിടിമുറുക്കിയിരുന്നു. ഞാൻ രാജിവെക്കുമെന്ന് സഹികെട്ട് പ്രേം നസീറിന് വരെ പറയേണ്ടി വന്നിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ അറിയാത്തതുകൊണ്ടാണ്. റൗഡികൾ അക്കാലത്ത് മദ്രാസിലുണ്ടായിരുന്നു. പണം മുടക്കാൻ ഒരു നിർമ്മാതാവും തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ കാണികളും ഇല്ലെങ്കിൽ ഒരു സിനിമയും പിറവിയെടുക്കില്ല. സർക്കാർ തലത്തിൽ കേരളക്കരയിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ടാകണം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് രാമു കാര്യട്ടായിരുന്നു. സിനിമയുടെ സാങ്കേതിക വിദഗ്ധരെ വാർത്തെടുക്കാൻ രാമു കാര്യട്ടും നടൻ മധുസാറും ശോഭന പരമേശ്വരൻ നായരും ചേർന്ന് 70കളിൽ ഒരു കലാവേദി രൂപപ്പെടുത്തിയിരുന്നു. സംഘടനകൾ ഗുണം ചെയ്യാനാകണം. എനിക്ക് എറണാകുളത്തുണ്ടായ അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കണം. ഒരു ചിത്രകാരൻ്റെയും ചിത്രം ഇനി വലിച്ചെറിയപ്പെടരുത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതിൻ്റെ താഴെ പി കെ ബാബുരാജ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ, കോഴിക്കോട്ടുകാരൻ, ഒരു മറുപടി എഴുതിയിട്ടുണ്ട്. ഈ പി കെ ബാബുരാജ് ആയിരുന്നു കേട്ടാൽ അയാളെ വളർത്തുന്നതും അയാളെ ഇതുപോലെ തന്നെ ഭവൻമോളിയിലെ പട്ടിക്കുട്ടിയെ പോലെ എല്ലാ സംഘടനയിലും കൊണ്ടു നടക്കുന്നത് GS വിജയനാണ്. എനിക്ക് നല്ല അടുപ്പുള്ള എൻ്റെ സുഹൃത്താണ് ബാബുരാജ്. പക്ഷേ ബാബുരാജ് അമ്പിളിക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു മറുപടി അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതുകൂടെ കേട്ടിട്ട് ബാക്കി പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാക്ടിയിലെ ഒരു അംഗം കൂടിയായ അമ്പിളിച്ചേട്ടൻ ആഘോഷവേദി അങ്കണത്തിൽ കാണിച്ചത് തികച്ചും സംഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ്. ഒരിക്കലുമല്ല. നിങ്ങൾ വിഷയം കൊടുക്കാതെ ഈ ബാബുരാജ് ഈ GS വിജയനെ പോലെ തന്നെ എല്ലാ സംഘടനയിലും ഉണ്ട്, IFFKയിലും ഉണ്ട്, അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. ബാബുരാജ് അടക്കമുള്ള 21 പേരിൽ നിങ്ങൾ വിഷയം കൊടുക്കണമായിരുന്നു. നിങ്ങൾ വരയ്ക്കേണ്ടത് ഇന്ന വിഷയമാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പട്ടിയുടെ പൂച്ചയുടെ പടം വരയ്ക്കാവൂ എന്ന് എഴുതാമായിരുന്നല്ലോ നിങ്ങൾക്ക്. അങ്ങനെയൊക്കെ എഴുതാമായിരുന്നു, എന്തെങ്കിലും എഴുതി വിഷയം കൊടുക്കണമായിരുന്നു. പക്ഷേ അതിന് പകരം അമ്പിളി എന്ന് പറഞ്ഞ ആൾ ആ അങ്കണത്തിൽ ഒന്ന് കാണിച്ചത് തികച്ചും സംഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ബാബുരാജെ കയ്യിൽ വെച്ചരെ പണിയെന്ന് ഞാൻ പറയും. WCC ആക്ഷേപിക്കാനുള്ള വേദിയല്ല മാക്ട. എന്താ WCC ആക്ഷേപിച്ചാൽ എന്താ തല വെട്ടിക്കളയോ? ബാബുരാജെ, നിങ്ങളൊക്കെ WCCയുടെ കൂടെ നടന്നോന്നേ. ഇവിടെ ഹേമ കമ്മിറ്റിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പലരുടെ പേരുള്ളതിലൊന്ന് ബാബുരാജിൻ്റെ പേരും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നെ കൂടെ പറയിക്കരുത് ബാബുരാജെ. നിങ്ങൾ വലിയ സിനിമാക്കാരനാകരുതേ. അത് കൈ വെച്ചേക്ക് കേട്ടോ. നിങ്ങളെപ്പറ്റിയുള്ള ഒരു 100 കഥ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അയച്ചു തന്ന മെസ്സേജുകൾ എൻ്റെ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ എന്നെ ഈ ഹേമ കമ്മിറ്റി എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കൊടുത്തു പോയേനെ. ചിലപ്പോൾ കൊടുക്കുകയില്ല, കാരണം നിങ്ങൾ എനിക്ക് ഇത്രയും പരിചയമുള്ളതുകൊണ്ടേ കൊടുക്കില്ല. ഒരു ടിപ്പിക്കൽ സിനിമാക്കാരനാണ്, ഒരു കോടമ്പക്ക സിനിമാക്കാരനാണ് ബാബുരാജ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നല്ല സൗഹൃദമാണ് ഞാനും ബാബുരാജുമായിട്ട്. പക്ഷേ മലർന്ന് കിടന്ന് തുപ്പരുതേ ബാബുരാജ്. നിങ്ങൾ പറയുന്നത് WCC ആക്ഷേപിക്കാനുള്ള വേദിയല്ല എന്ന് മാക്ട. WCC നിങ്ങളുടെ എന്താ കുടുംബമാകണോ അതോ മാക്ട നിങ്ങളുടെ കുടുംബമാകണോ? അതൊക്കെ കൈ വെച്ചറ കേട്ടോ. അമ്പിളിയൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ വരട്ടാതെ. അമ്പിളി ഒരു സാധുവാണ്. അതുകൊണ്ട് ബാബുരാജ് GS വിജയനെ സുഖിപ്പിക്കാനായിട്ട് ഇത്തരം വിരട്ട് വർത്താനങ്ങളൊന്നും എഴുതരുത്. അത് ഭയങ്കര ബോറാണ് ബാബുരാജ്. അതിനായി യൂട്യൂബർമാരെ രഹസ്യമായി വിളിച്ച് ചടങ്ങ് അലങ്കോലമാക്കാൻ ശ്രമിച്ച ചിത്രകാരനെ അത് തടയാൻ മാക്ട ഭാരവാഹികൾ ശ്രമിച്ചതിന് ഞാൻ സാക്ഷിയാണെന്ന്. യവനും മാക്ട മെമ്പറാണെന്നേ. എന്നിട്ട് അവൻ പറയാം മറ്റുള്ളവർ തടയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പിളി എന്ന വലിയ കലാകാരൻ ഇത്ര അധപ്പതിക്കരായിരുന്നു. സ്വയം ആലോചിക്കുന്നതാണ് നല്ലത് ബാബുരാജ്. എനിക്ക് മാക്ട പോലുള്ള ഫെഫ്ക പോലുള്ള ഡയറക്ടേഴ്സ് യൂണിയനിലും മാക്ടയിലും ഒക്കെ ഇരിക്കാനുള്ള യോഗ്യത എന്നെക്കാൾ യോഗ്യത ഉള്ളൊരു പുറത്തേക്കും എനിക്കുണ്ടോ എന്ന് ആദ്യം ആലോചിക്കും. അത് കഴിഞ്ഞ് ഈ അമ്പിളിയെ പോലൊരാളിനോട് ഈ GS വിജയൻ വരച്ചു വെച്ചിരുന്ന പടം എടുത്ത് വലിച്ചെറിഞ്ഞുവെങ്കിൽ ശ്രീമാരതമ്പീരെ ഫോട്ടോ ചവിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ അയാൾ എഴുതി വെച്ചിരുന്ന WCC എന്ന് പറഞ്ഞ വിമൻസ് സിനിമ ക്യാൻസർ എന്ന് പറഞ്ഞ് അയാൾ ചെയ്ത ഇത് കണ്ടപ്പോൾ സഹോദരിമാരോടൊപ്പം ബാബുരാജൊക്കെ ചുമ്മാണെന്ന് ഈ സഹോദരിമാരെന്ന് ഈ WCC ഒക്കെ മന്ദബുദ്ധികളുടെ സംഘടനയാണെന്ന് ഞാൻ പറയും. കാരണം ഈ ബാബുരാജുമാരാണ് നിങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. ബാബുരാജുമാരുടെ സ്വഭാവങ്ങളുടെ കഥകൾ എൻ്റെ ഇരിപ്പുണ്ട് ഒരുപാട്. പക്ഷേ WCCക്കാർക്ക് വിശ്വാസം ഈ തൊപ്പി വെച്ച ചേട്ടനെ ആയിരിക്കും. എന്നെക്കൊണ്ട് പറയിക്കരുതേ ബാബുരാജെ, അത് വളരെ മോശമാണ്. അമ്പിളി എന്ന വലിയ കലാകാരൻ ഇത്രയും അധപ്പതിക്കാൻ പാടില്ലായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള അഭിപ്രായം ചിത്രം വരയിലൂടെ പ്രകടമാക്കാം. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഏതെങ്കിലും വേദിയിലോ തെരുവിലോ ചെയ്യണമായിരുന്നു. അത് പറയാൻ എന്താ മാക്ട ബാബുരാജിൻ്റെ കുടുംബമാണോ? നിങ്ങളുടെ അപ്പൂപ്പ സമ്പാദിച്ചല്ലോ മാക്ട. അമ്പിളിയും മാക്ടയിലെ മെമ്പറാണ്. അമ്പിളി പടം വരയ്ക്കാൻ അമ്പിളിയെ ക്ഷണിച്ചുകൊണ്ടാണ് അമ്പിളി പടം വരയ്ക്കാൻ വന്നത്. അല്ലാതെ നിങ്ങളുടെ ഓശാരം പറ്റാനല്ല വന്നത്. നിങ്ങളുടെ കുടുംബവകയല്ല, നിങ്ങളുടെയും GS വിജയൻ്റെയും കുടുംബവകയല്ല. അപ്പോൾ മാക്ട മെമ്പറായ അമ്പിളി, ഇത്ര സീനിയറായ അമ്പിളി, മനോഹരമായ ഒരുപാട് സിനിമകൾ ചെയ്ത അമ്പിളി അവിടെ വരികയും അതിഥിയായിട്ട് വരികയും അയാളെ കൊണ്ടൊരു പടം വരയ്ക്കാൻ വന്നപ്പോൾ അയാൾ പടം വരച്ചു. അത് അയാൾ തെരുവിൽ പോയി നിന്ന് വരയ്ക്കണമെന്ന്, അല്ലെങ്കിൽ അയാളെ നാട്ടിൽ കോഴിക്കോട്ട് തൃശ്ശൂർ ചന്ദ്രാപ്പനി ചെന്ന് വരയ്ക്കണമെന്ന് പറയാൻ ബാബുരാജിന് യാതൊരു യോഗ്യതയില്ല ബാബുരാജെ. അതൊക്കെ കൈ വെച്ചേക്ക് കേട്ടാ. പിന്നെ എന്നെ പോലുള്ളവൻ ഇപ്പോൾ ആ മാക്ടിലും ഡയറക്ടേഴ്സ് യൂണിയനും ഇല്ലാത്തൊക്കെ നിൻ്റെ നല്ല സമയമെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ആ സദസ്സിൽ വെച്ച് തന്നെ മറുപടി തന്നേനെ. നീ ആരാ അങ്ങനെ പറയാൻ? എന്താണ് ബാബുരാജെ നിനക്ക് യോഗ്യത അമ്പിളിയെ പുച്ഛിക്കാൻ അല്ലെങ്കിൽ അമ്പിളിയെ ഭീഷണിപ്പെടുത്താൻ?
GS വിജയൻ്റെ ചിങ്കി അടിച്ച് നടന്ന് നിനക്ക് ഇതിൽ എല്ലാം ഇരിക്കും, കമ്മിറ്റിയിലിരിക്കണമെങ്കിൽ ഇരുന്നോ, നാണം കെട്ടവന്മാർ അങ്ങനെയൊക്കെ പോയിരിക്കും. പക്ഷേ ഒരു പാവം കലാകാരനെ ലോകത്ത് എവിടെയെങ്കിലും ആഹാരത്തിന് പകരം ടാബ്ലറ്റ് ഇറങ്ങുമെങ്കിൽ അത് വാങ്ങി കഴിക്കുന്ന ആദ്യത്തെ ആളായിരിക്കും സിനിമയിൽ അമ്പിളി. ഒരു ശോഷിച്ച മനുഷ്യൻ, ആ ജുബയുടെ പച്ചയിൽ നടക്കുന്ന ഒരു പാവം മനുഷ്യൻ, ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരാളല്ല അമ്പിളിച്ചേട്ടൻ. ആ മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ 100 വട്ടം അദ്ദേഹത്തോട് സിനിമാ സമൂഹത്തിന് വേണ്ടി ഞാൻ മാപ്പ് പറഞ്ഞു, ചേട്ടാ ഫോൺ വയ്ക്ക്, ഞാൻ ബുധനാഴ്ചത്തെ പ്രോഗ്രാമിൽ ഇത് പറയാം. അല്ല ദിനേശ്, എൻ്റെ വിഷമം നിങ്ങൾ കേൾക്കണം, നിങ്ങളെങ്കിലും കേൾക്കണം എന്നാണ് എൻ്റെ അദ്ദേഹം പറഞ്ഞത്. ബാബുരാജേ, ഈ ആരാ പറയുമ്പോൾ ആരൊക്കെ പൊക്കിവിടാൻ നിങ്ങളുടെ കൂടെ GS വിജയന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കയറി ഭരിക്കരുതേ. ഞാൻ ആരെ മറിച്ച് ഞാനാണ് അവിടെ വരച്ചതെന്ന് വെച്ചാൽ ഈ വിമൻസ് സിനിമ ക്യാൻസർ എന്ന് പറഞ്ഞ പടം ഞാനാണ് വരച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ GS വിജയം എന്ന് വലിച്ചെറിയോ? ബാബുരാജ് ഇതുപോലെ മറുപടി പറയുമോ? വിവരം അറിയും, ആ സ്റ്റാൻഡ് മാറി ഞാൻ തലയിലടിക്കില്ലേ? അപ്പോൾ ആളെളുപ്പം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തിണ്ണമെടുക്ക് കാണിക്കരുത്, അമ്പിളിമാരോട് തിണ്ണമെടുക്ക് കാണിക്കരുത് ബാബുരാജ്. എവിടെയെങ്കിലും പോയി വാങ്ങിക്കും നീ. ഇവിടെ അമ്പിളിയെ പോലുള്ളവരെ നീ പുച്ഛിച്ച് സംസാരിച്ചാൽ നാളെ എവിടെയോ നിനക്ക് നല്ലൊരു പണി ഇരിപ്പുണ്ട്, അത് ഓർത്തോ. എനിക്ക് വന്ന 10 മെസ്സേജ് എടുത്ത് ഞാൻ ഒരു സ്റ്റോറി അങ്ങ് ചെയ്താൽ പോരെ. അങ്ങനെയൊന്നും പറയരുതേ. നീ WCC ഒക്കെ പൊക്കൊണ്ട് നടന്നത് കാരണം ഈ പെണ്ണുപിടിയന്മാരാണെന്നേ WCCയെ പൊക്കണേ. WCCയെ മാന്യവത്കരിച്ച് അല്ലെങ്കിൽ WCCയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവന്മാർ 100% പെണ്ണുപിടിയന്മാരാണെന്ന് ഞാൻ പറയും. ബാബുരാജ് കൊണ്ടുവന്നൊരു കേസ് കൊടുക്കും, ഞാൻ ആ തെളിവ് അവിടെ കൊടുക്കാം. ബാബുരാജിനെ കുറിച്ച് ഓരോരുത്തരും ഓരോ സെറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ ഡിസ്കഷൻ, പൂജ, നിങ്ങളുടെ ഷൂട്ടിംഗ്, തേങ്ങ മാങ്ങയൊക്കെ ചെയ്തെടുത്ത് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചെന്നുള്ള ഞാൻ ലിസ്റ്റ് തരാം. നിങ്ങളെന്നും ഡയറക്ടേഴ്സ് മുന്നിൽ ഇരുത്തരുതെന്ന് ഞാൻ പറയും. ഒരു കാരണവശാലും ഡയറക്ടേഴ്സ് മുന്നിൽ ബാബുരാജുമാർ ഇരിക്കാൻ പാടില്ല, മാറ്റയിൽ ഇരിക്കാൻ പാടില്ല. ആണുങ്ങളുണ്ടാക്കിയ സംഘടനയാണ്, നിങ്ങളെപ്പോലുള്ള അധമന്മാർക്ക് ഇരിക്കാനുള്ളതല്ല. എന്നെക്കൂടെ പറയിക്കരുത്. ഞാനും നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നതുകൊണ്ട്, ഒരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ബാബുരാജെ നെളിയരുതേ, അതിനുള്ള യാതൊരു യോഗ്യതയും ബാബുരാജിനെ അമ്പിളിയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു യോഗ്യതയും ബാബുരാജിനില്ല എന്ന് ഞാൻ പറയും. അയാൾ പടം വരയ്ക്കണമെങ്കിൽ അയാളുടെ വീട്ടിൽ പോയി ഇരുന്ന് വരയ്ക്കണം, അല്ലെങ്കിൽ അയാളുടെ നാട്ടിൽ പോയി ഇരുന്ന് വരയ്ക്കണമെന്ന് പറയാൻ താനാരാ? തനിക്കെന്താ അവകാശം? തൻ്റെ അപ്പൂപ്പൻ്റെ വകയാണോ മാറ്റ? ഇത്രയും സീനിയറായി 50 വർഷം സിനിമയിൽ നിന്ന് അമ്പിളിയെ പോലൊരു സംവിധായകൻ ഇങ്ങനെയാണോ താൻ പുച്ഛിക്കുന്നത്? അതിൻ്റെ താഴെ ആരൊക്കെ വന്ന് പത്മകുമാറോ ആരൊക്കെ വന്ന് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയോ. ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സാംസ്കാരിക സംഘടനയായ മാറ്റയുടെ ചെലവിൽ ചിത്രം വരയ്ക്കാൻ വന്നിട്ട് മാറ്റയെ കരുവാരിത്തേക്കാൻ ശ്രമിച്ചത് ഏറ്റവും നീചമായ പ്രവൃത്തിയായിപ്പോയി. വളരെ രൂക്ഷമായി പ്രതികരിച്ച മാറ്റ ട്രഷറർ കോളിൻസിനെ കുറിച്ച് അമ്പിളി പ്രതികരിച്ചില്ല. അതായത് കോളിൻസ് എന്തോ അമ്പിളിയെ രൂക്ഷമായി പ്രതികരിച്ചു. അപ്പോൾ എന്താ GS വിജയനെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കോളിൻസിൻ്റെ 2 അടി കൊടുക്കാത്ത എന്തെന്നാണ് ബാബുരാജ് ചോദിക്കുന്നത്. GS വിജയനോട് വ്യക്തിവിരോധമാകാം, താങ്കളുടെ അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി മാറ്റയെ കാണരുത്. എന്താ അതിര് വഴക്കുണ്ടോ GS വിജയനുമായിട്ട് അമ്പിളിക്ക് ലോകത്ത് ഒരാളുമായിട്ടും ഒരു വഴക്കുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എവിടെയെങ്കിലും ചോദിച്ചാണോ നമസ്കാരം അമ്പിളിച്ചേട്ടാ എന്ന് പറഞ്ഞതിനടുത്ത് അവസാനിപ്പിക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് ഗാനമേള എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ സെറ്റിലേക്ക് കാണാൻ പോയിട്ടുണ്ട്. കാരണം അതേ സമയത്ത് ഞങ്ങളുടെ എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വെറും സാധുവായ ഒരു മനുഷ്യനാണെന്നേ. ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ GS വിജയനോട് വ്യക്തിവിരോധം. GS വിജയനോട് വ്യക്തിവിരോധം തൃശ്ശൂരുള്ള ചന്ദ്രാപ്പനിയിലുള്ള അമ്പിളിക്ക് തിരുവനന്തപുരത്തുള്ള GS വിജയനോട് എന്ത് വ്യക്തിവിരോധം ഉണ്ടാവാൻ? അയാളെക്കാളും GS വിജയനേക്കാളും മുമ്പ് സിനിമ സംവിധാനം ചെയ്ത അയാൾക്ക് ഇയാളാര്? GS വിജയൻ ആര്? അമ്പിളിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഒരു കൂട്ടായ്മയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സംഘടനാ പ്രവർത്തനം ശരിയല്ല. എന്തോന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വാക്ക് അതിൻ്റെ അർത്ഥം നിനക്കറിയാമോ? നിനക്കതിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നീ ഇതിനെ ന്യായീകരിക്കുമോ? GS വിജയൻ അയാൾ വരച്ചു വെച്ച പെയിൻറ്റിങ്ങിനെടുത്ത് ദൂരെ എറിഞ്ഞെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന നീയാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ നടക്കുന്ന മനുഷ്യൻ? കിരീടം നഷ്ടപ്പെട്ട രാജാവിനെ പോലെയാണ് അമ്പിളി സ്ഥലം വിട്ടതെന്ന്. അതായത് ഈ പ്രശ്നം ഉണ്ടായി, ചിത്രമെല്ലാം വലിച്ചെറിഞ്ഞു, ശ്രീമാരൻ തമ്പിയുടെ ഫോട്ടോ ചവിട്ടി പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ടും അമ്പിളി അവിടെ നിന്നില്ല എന്ന്. അദ്ദേഹം നഷ്ടപ്പെട്ട രാജകുമാരനെ പോലെ അവിടെ വിട്ട് പൊക്കളഞ്ഞു എന്ന്. അയാളായതുകൊണ്ട് പോയി, പാവം വിഷമം തോന്നിയോണ്ട് പോയായിരിക്കും. അടിക്കുമായിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു, ഏതെങ്കിലും ബാർ കയറി അടിച്ചാൽ മതിയായിരുന്നു. അയാൾ നേരെ ബസ്സിൽ കയറി ചിലപ്പോൾ തൃശ്ശൂർ വയ്ക്കാണ്. ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്യാൻവാസ് വലിച്ചു കീറണമായിരുന്നു. ആ ഫംഗ്ഷൻ അവിടെ നടക്കില്ലല്ലോ, ശ്രീകുമാരൻ തമ്പിക്ക് ആദരവ് നടക്കില്ലല്ലോ, ഞാൻ കുളമാക്കൂലേ? എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നവരെ ഞാൻ എന്താ പറയുക, നിങ്ങളുടെ ആ ഹാളിനെ മൊത്തം കുളമാക്കൂലേ? എൻ്റെ ഒന്നും ഞാൻ വരച്ചുകൊണ്ടിരുന്നാലൊന്നും നീയൊന്നും തൊടൂല. ബാബുരാജ് 7 ജന്മം ജനിക്കണം, GS വിജയൻ ഒരു 10 ജന്മം ജനിക്കണം. ഈ പടം ഞാനാണ് വരച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് തടയാൻ. വിവരം അറിഞ്ഞെന്നെ അയാൾ രാജ്യം നഷ്ടപ്പെട്ട രാജാവിനെ പോലെ മുങ്ങിക്കളഞ്ഞു എന്ന്. ചെയ്തത് തോന്നിവാസമായിപ്പോയി നമ്പിളി ചെയ്തത്. ബാബുരാജെ വാക്കിൻ്റെയൊക്കെ അർത്ഥം പഠിക്കുക കേട്ടോ. ഇത്ര സീനിയറായ മനുഷ്യൻ്റെ തോന്നിവാസം ചെയ്തതൊന്നും പറയാതെ, അതൊക്കെ ഭയങ്കര മോശമാണ്. നീ ജഗദീഷ് കുമാർ ഏതോ പറഞ്ഞാലേ സോപ്പ് ഇട്ടോ, പക്ഷേ പതപ്പിക്കരുത് കൂടുതൽ.
നിനക്ക് ജി എസ് വിജയനെ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ കിട്ടാണ്ടെങ്കിൽ ചെയ്തോ, എല്ലാ സംഘടനയിലും പോലും മുകളിലെ പട്ടിക്കുട്ടിയുടെ ജൂനിയറായിട്ട് നിന്നെ കൊണ്ടു കിടക്കും എന്ന് കരുതി ഇങ്ങനെ അധപ്പതിക്കരുത് നീ. എന്നിട്ട് വരച്ചോളൂ, പ്രതികരിച്ചോളൂ, ക്ഷണിച്ചു വരുത്തിയ വേദിയിലാകരുതെന്നാണ് പറയണത്. പിന്നെ എവിടെ വരയ്ക്കണം? നീയൊക്കെ വിളിച്ചു വരുത്തി വരയ്ക്കാൻ പറഞ്ഞിട്ട് ബാബുരാജ് പറയാണ് വരച്ചോ, പ്രതികരിച്ചോ, പക്ഷെ ഇവിടെ വെച്ചാവില്ലെന്ന്. പിന്നെ അവിടെ അച്ചു വിട്ടിപ്പോയിട്ടാണ് ചെയ്യാനുള്ളത്. ഭയങ്കര കഷ്ടമായിപ്പോയി. എൻ്റെ സുഹൃത്തായ സുന്ദർദാസും പത്മകുമാറും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട് അമ്പിളിക്കെതിരെ. സുന്ദർദാസിനൊക്കെ പിന്നെ സഭ്യതയുടെ അതിർവരുമ്പ് കടക്കാതെ പ്രതികരിച്ചുകൊണ്ട് പത്മകുമാറിനെയും സുന്ദർദാസിനെയും ഞാൻ മറുപടി പറയുന്നില്ല, നേരിട്ട് കാണുമ്പോൾ പറയാം. പക്ഷേ ഈ അമ്പിളി പറഞ്ഞ കാര്യങ്ങളിൽ ഒരു 50% ഉണ്ടെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഫോട്ടോ ചവിട്ടിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജി എസ് വിജയൻ ചവിട്ടിപ്പൊട്ടിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ചെയ്തോന്ന് എനിക്കറിയില്ല, ആളെളുപ്പമുള്ളതുകൊണ്ട് ചിലപ്പോൾ ചെയ്തു തരിക. പക്ഷേ വരച്ചു വെച്ച ഒരു ക്യാൻവാസിന് ബോർഡിനെ എടുത്ത് നിൻ്റെ തേങ്ങാകൊല എന്ന് പറഞ്ഞെടുത്ത് എറിഞ്ഞുവെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ആലോചിക്കുക. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജി എസ് വിജയൻ മാക്ടയുടെ 30ാം വാർഷികം ആഘോഷിക്കുന്ന വേദിയിൽ ചെന്ന് അമ്പിളിയെപ്പോലെ ഒരു അമ്പിളി നമ്മുടെ കൂടെ അല്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വൈരാഗ്യം കാണിക്കില്ലെന്നേ. ഇപ്പം ഞാൻ ഫെഫ്കയിലുള്ള ഒരു കാലത്ത് എനിക്ക് മാക്ട ഫെഡറേഷനിലെ ഏവനെ കണ്ടാലും ദേഷ്യം വരും. ഒരുത്തൻ്റെ മുഖത്ത് നോക്കില്ല ഞാൻ, എനിക്കിഷ്ടമല്ല. പക്ഷേ എന്ന് കരുതി അവരുടെ സ്വാതന്ത്ര്യത്തിൽ കഴിക്കാമോ? മാക്ട മെമ്പറായ ഒരാൾ വന്ന് വന്ധ്യവയോധികൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം വന്ന് പടം വരയ്ക്കുമ്പോൾ ആ പടം വരയ്ക്കുന്ന ബോർഡ് എടുത്തെറിയാൻ ജി എസ് വിജയൻ എന്താ അവകാശം? ജി എസ് വിജയൻ ആ ഷോ കഴിയുമ്പോൾ വേണമെങ്കിൽ പ്രതിഷേധമായിട്ട് പറയാമല്ലോ, അമ്പിളി നിങ്ങൾ ഈ വരച്ച വിഷയം ശരിയല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ സമയം കുരയ്ക്കും വാലാട്ടിയും ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഫെഫ്കയ്ക്ക് വേണ്ടി നിൽക്കും, ആണുങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ WCCയുടെ കൂടെ നിൽക്കുന്ന ചോറിങ്ങും കൂറങ്ങും ഉള്ളവരാണെന്ന് ജി എസ് പ്രസംഗിച്ചാൽ പോരായിരുന്നു. പക്ഷേ വരച്ചു വെച്ച ഒരു പടത്തിനെ, ഒരു കലാകാരൻ്റെ പടത്തിനെ എടുത്ത് ഞാൻ കേട്ടെ MF ഹുസൈൻ ഇവിടെ ഒരു എന്താ പറയുക, വേണമെങ്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാവുന്ന രീതിയിൽ, മതവിദ്വേഷം ഉണ്ടാക്കാവുന്ന രീതിയിൽ പടം വരച്ചില്ലേ? ഒരുപാട് വിവാദങ്ങളുണ്ടായില്ലേ? ആരെങ്കിലും പോയി അദ്ദേഹത്തിൻ്റെ പടത്തിനെ കുത്തിക്കീറിയോ? ആരെങ്കിലും പോയി അദ്ദേഹത്തിനെ ചീത്ത വിളിച്ചോ? ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പടം എടുത്ത് ദൂരെ എറിഞ്ഞോ? ചെയ്തില്ലല്ലോ. നിങ്ങൾ കുറേ കൂടെയൊക്കെ സമചിത്തത പാലിക്കണം. അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളൊരു ധാർഷ്ട്യം ജി എസ് വിജയനും ബാബുരാജിനൊന്നും വേണ്ട. കാരണം എല്ലാം കാൽ കീഴിൽ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ ഒരു സുപ്രഭാതത്തിൽ നിഷ്പ്രഭമാക്കിയിട്ട് ഫെഫ്ക ഉണ്ടാക്കിയ നാടാണ്. ഓർക്കുന്നത് നല്ലത്. നന്ദി, നമസ്കാരം.